السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله ما بعد. اللهم ربي يسر ولا تعسر، ربي زدني علما وحلما وفهما وعقلا وأدبا كاملا، ربي تمم بالخير والسعادة. ربنا عليك توكلنا وإليك نبنا وإليك المصير، ولا حول ولا قوة إلا بالله العلي العظيم. حسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف، لا حول ولا قوة إلا بالله العلي العظيم. മഹത്തനായ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ സദുദ്ദേശങ്ങളെല്ലാം അള്ളാഹു നിറവേറ്റി തരട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫാവും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരാകുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവർക്കും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ കഹ്ഫിന്റെ 5-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മൾ ചുരുക്കി വിവരിച്ചു അല്ലെ. ഇന്ന് ആ ആയത്തുകൾ നമ്മൾ അർത്ഥം വെക്കുകയും അതിന്റെ തഫ്സീറിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. ഈ ആയത്തുകളുടെ തഫ്സീറിൽ ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ് പഠിക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അത് സന്ദർഭോചിതം ഓരോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ കയ്യിലും നോക്കാൻ മുസ്ഹഫോ അല്ലെങ്കിൽ മൊബൈലോ എന്തെങ്കിലുമൊക്കെ ഉള്ളത് നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്താം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم
ينصر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا صدق الله مولانا العظيم. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. ഹസിബത നബിയെ അങ്ങ് വിചാരിച്ചുവോ അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കഹ്ഫ് റഖീമിന്റെ ആളുകൾ കാനൂ മിൻ ആയാത്തിന അജബൻ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതമാണെന്ന് അങ്ങ് വിചാരിക്കുന്നുവോ? ഉദ്ദേശം എന്താണ്? ഏറ്റവും വലിയ അത്ഭുതം എന്നല്ല, അത്ഭുതമാണ്, പക്ഷെ എന്തല്ല ഏറ്റവും വലിയ അത്ഭുതം എന്നല്ല, ഇതിനേക്കാൾ അത്ഭുതങ്ങൾ എന്തുണ്ട്? വേറെയുമുണ്ട്. ഏത്? ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ്, സൂര്യചന്ദ്ര നക്ഷത്രങ്ങളൊക്കെ അത്ഭുതകരമാണ്. ഇത് അവൽ ഫിത്സിയത്തു ഇലൽ കഹ്ഫ്, ഇത് അവൽ ഫിത്സിയത്തു ഒരു കൂട്ടം ചെറുപ്പക്കാർ അഭയം തേടിയ സന്ദർഭം, ഇലൽ കഹ്ഫി ഗുഹയിലേക്ക്. ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംറിനാ റശദാ എന്ന് പറഞ്ഞു. ഒരു ദുആയാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഞാൻ ആവർത്തിക്കണില്ല. ഫളറബ്നാ അലാ ആദാനിഹിം അപ്പോൾ അല്ലാഹു അവരെ ഉറക്കിക്കളഞ്ഞു. ഫിൽ കഹ്ഫി ഗുഹയിൽ സിനീന അദദൻ ഒരുപാട് വർഷങ്ങൾ അല്ലാഹു അവരെ ഗുഹയിൽ ഉറക്കി. സുമ്മ ബഅത്നാഹും പിന്നെ അവരെ നാം ഉണർത്തി. ലിനഅലമ നാം അറിയിച്ചു കൊടുക്കാൻ വേണ്ടി അയ്യുൽ ഹിസ്ബൈൻ രണ്ട് വിഭാഗങ്ങളിൽ ഏത് വിഭാഗമാണ് അഹ്സാ ലിമാ ലബിസു അമദൻ അവർ ഗുഹയിൽ താമസിച്ച വർഷത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നവർ ആരാണ് എന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നീട് നാം അവരെ ഉണർത്തി. ഇതില് അസ്ഹാബുൽ കഹ്ഫ് വർ റഖീം നമ്മൾ എന്താന്ന് വിശദീകരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. റഖീം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? അവരുടെ നാമങ്ങൾ എഴുതി വെച്ച, അസ്ഹാബുൽ കഹ്ഫിന്റെ രേഖകൾ കുത്തിവെച്ച ഒരു എന്താണ് ഫലകം അല്ലെ. ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു, എന്ത് പറഞ്ഞു? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംറിനാ റശദാ. റബ്ബനാ ആതിനാ പടച്ചോനെ ഞങ്ങൾക്ക് നീ തരണം, മില്ലതുൻക നിന്റെ പക്കലിൽ നിന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? മില്ലതുൻക എന്ന് പറഞ്ഞാൽ മില്ലതുൻക മിൻ ഇന്ദിക്കാന്നാ, നിന്റെ അടുത്ത് നിന്ന്. റഹ്മത്ത് ചെയ്യുന്ന ആളുകൾ അന്നല്ലാത്തവരുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ റഹ്മത്താണ് ഏറ്റവും വലുത്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് മില്ലതുൻക പറഞ്ഞത്. റഹ്മത്തൻ നിന്റെ കാരുണ്യത്തെ തരണം, അതായത് ഹബിലനാ മിൻ ഇന്ദിക റഹ്മതൻ തർഹമുനാ ബിഹാ വതസ്തുറുനാ അൻ ഖൗമിനാ. പടച്ചോനെ നിന്റെ പക്കലിൽ നിന്നുള്ള അപാരമായ റഹ്മത്ത് നീ ഞങ്ങൾക്ക് നൽകുകയും ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ മറച്ചു വെക്ക്, ഞങ്ങളുടെ കൗമിനെ തൊട്ട് ഞങ്ങളെ നീ മറച്ചു വെക്കണേ എന്നുള്ള ദ്വാ. അതായത് ആ ജനതയെ നമ്മൾ ചരിത്രം ഓർമ്മ ഉണ്ടല്ലോ, ദഖ്യാനുസ് രാജാവിന്റെ നാട്ടിൽ ചരിത്രത്തിന് ആ നാട്ടിൽ നിന്ന് പിന്നെ അള്ളാഹുവിന്റെ തൗഹീദ് വിശ്വസിച്ച കാരണം ആക്രമിക്കപ്പെടുമോ എന്ന് പേടിച്ച് സ്വന്തം ദീനുമായി എന്ത് ചെയ്യാണ് അവർ പോവുകയാണ്. അപ്പൊ അവര് ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? അവർ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നത്. അപ്പൊ ആ അഭയം പ്രാപിക്കുന്ന സമയത്തുള്ള ദുആയാണത്. എന്ത്? പടച്ചോനെ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. എന്താണ് കാരുണ്യം? ആ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ കൗമ് ഞങ്ങൾ എന്ത് ചെയ്യരുത്? കാണരുത്, അവരെ ഞങ്ങളെ മറച്ചു വെക്കണം.
മാത്രല്ല നീ ഞങ്ങൾക്ക് ഒരുക്കി തരണം മിൻ അംരിനാ റസദൻ, നിങ്ങളുടെ കാര്യത്തിലെ ഏറ്റവും നേർമാർഗം ഞങ്ങൾക്ക് നീ ഒരുക്കി തരികയും ചെയ്യണം. അതായത് ഖദ്ദിർ ലനാ മിൻ അംരിനാ ഹാദാ റസദ, ഞങ്ങളുടെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അവസാനം നന്നാകുന്ന ഒരു തീരുമാനം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കി തരണം. നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് അവസാനം ഞങ്ങൾ എവിടെ ആകാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യരുത്, ഞങ്ങൾ നീ എത്തിക്കരുത്. അതായത് ഇജ്അൽ ആഖിബതനാ റസദാ, നിങ്ങളുടെ ഈ കാര്യത്തിന്റെ അന്ത്യം ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണേ, നന്നാക്കി തരണേ. എന്തായി? അതുപോലെ തന്നെ അവൻ ചെയ്തല്ലോ. ഏതുപോലെ കമാ ജാഅ ഫിൽ ഹദീസി, ഒരു ഹദീസിൽ വന്നതുപോലെ ഒരു ഹദീസ് ദുആ പറയാണ്, വമാ ഖളൈത ലനാ മിൻ ഖളാഇൻ ഫജ്അൽ ആഖിബതഹു റസദാ. ഒരു ദുആയാണ്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എന്ത് വിധിച്ചാലും, നീയാണ് വിധിക്കുന്നവൻ, നിന്റെ വിധിയാണ് എല്ലാം, എന്ത് വിധിച്ചാലും ഫജ്അൽ ആഖിബതഹു റസദൻ, അതിന്റെ അവസാനം ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണേ, നേർവഴിയാക്കി നല്ലതാക്കി തരണേ. എന്ത് വിധിച്ചാലും അവസാനം നന്നാക്കി തരണേ എന്ന്. വഫിൽ മുസ്നദ് മിൻ ഹദീസ് ബുസ്ർ ബിൻ അബി അർത്താ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യദ്ഉ, മുത്തനബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്ത്? അല്ലാഹുമ്മ ഹസ്ന ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജ്ർനാ മിൻ ഖസിയ ദുനിയ വഅദാബിൽ ആഖിറ എന്ന് നബി തങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പ്രത്യേക ദുആ. നമ്മളെപ്പോഴും ദ്വാരക്കേണ്ട ഒരു ദുആയും കൂടിയാണത്. നമ്മൾ ദ്വാരക്കാറുണ്ടത് എപ്പോഴും നമ്മളിനി സ്വന്തമായിട്ട് അല്ലാണ്ട് ദ്വാരക്കണം. അങ്ങനെ എന്താ ദുആ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്സൻ ആഖിബതനാ, നിങ്ങളുടെ അന്ത്യം നീ നന്നാക്കി തരണമേ, ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ എല്ലാ അവസാനം എന്താവണം? അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്തിട്ട് തുടക്കമൊക്കെ നന്നാവും, അവസാനം എന്തായി പോവുക, നാശായി പോവാ, ഒരവസ്ഥ തരരുത്. ദുനിയാവിന്റെ നിന്ദ്യതയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ, ആഖിറത്തിലെ ശിക്ഷയെ തൊട്ടും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേന്ന് നബി തങ്ങൾ എന്ത് ചെയ്യാറുണ്ട്. അപ്പൊ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അതിന്റെ തുടക്കത്തിൽ അന്ത്യം നന്നാകാൻ വേണ്ടി എന്ത് ചെയ്യണം, ദുആ ചെയ്യണം എന്നൊരു പാഠം ആണിത്. അതാണ് ആര് ചെയ്തത്? അസ്ഹാബുൽ കഹ്ഫ് ചെയ്തത്. അത് ഗുഹയിൽ പ്രവേശിച്ച ഉടനെ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദ ദുആ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്തു, അവരുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ധാരാളം ഉണ്ടായി. അങ്ങോട്ട് പറഞ്ഞതൊക്കെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ്. ഇതിന് ശേഷം പറയാൻ പോണ ആയത്തുകൾ മുഴുവനും. മാത്രമല്ല അതിന്റെ അവസാനം എന്തായി, ഏറ്റവും മനോഹരമായി ആ സംഭവം എന്ത് ചെയ്തു, പര്യവസാനിക്കുകയും ചെയ്തു. ഇവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബനാത്തിന മിൻ ലദുൻക റഹ്മതൻ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖാസതൻ തസ്തൗജിബുൽ മഗ്ഫിറത വറിസ്ക വൽ അംന മിനൽ അഅദാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണം, വറിസ്ക ഞങ്ങൾക്ക് റിസ്ക്കും നൽകണം. ഈ ഗുഹയിൽ ഞങ്ങൾ ഇവിടെ പാർക്കാണ്, ഇവിടെ നിന്ന് നീ ഞങ്ങൾക്ക് റിസ്ക് കിട്ടുമോ, എന്താ അവസ്ഥ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് റിസ്ക്കും തരണം. വൽ അംന മിനൽ അഅദാ, ഈ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ അഭയം നൽകുകയും ചെയ്യണമേ എന്നാണ് എന്ത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശം. വഹയ്യിഅ് ലനാ മിൻ അംരിനാ റസദാ എന്ന് പറഞ്ഞാൽ അല്ലദീ നഹ്നു അലൈഹി മിൻ മുഹാജറത്തിൽ കുഫാരി വൽ മുസാബറത്തി അലാ തഅതിക്, നിനക്ക് വഴിപ്പെടാൻ വേണ്ടി കുഫാരികളായിട്ടുള്ള കാഫറുകളായിട്ടുള്ള ഈ ആളുകളെ അവരെ പ്രതിരോധിച്ച് ഞങ്ങൾ മുന്നോട്ട് പോണത്, അതിന്റെ അവസാനം എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് നന്നാക്കി തരികയും ചെയ്യണമേ എന്നാണ് ആ പറയുന്നതിന്റെ അതായത് ഒന്നും കൂടി വിശദീകരിച്ച് മഹാന്മാർ പറയും. ഇമാം റാസി തങ്ങൾ പറയുന്നു, ഞങ്ങൾ ഈ ചെയ്ത പണി ഉണ്ടല്ലോ, അത് നാട് വിട്ട് ഞങ്ങൾ പുറപ്പെട്ട ഇതിന്റെ ദീന സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടത് തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു നേർവഴിയാക്കി തരണം. ഒന്ന്. മറ്റൊരു താല്പര്യം, ഞങ്ങൾ ഈ പുറപ്പെട്ടതിന്റെ അവസാനം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, നേരാക്കി തരണം. എന്ത് ചെയ്യരുത്, ഞങ്ങൾ കൊണ്ടുപോയി ഇടങ്ങറിലാക്കരുത് എന്നതാണ് അതിന്റെ താല്പര്യം എന്ന്. ഇനി ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദ, ആയത്തുകൾ ഓതുമ്പോൾ കൂടെ ഓതാട്ടോ. ഫളറബ്നാ അലാ ആദാനിഹിം, അവർക്ക് നാം ഉറക്കം ഇട്ടുകൊടുത്തു എന്നാ വാക്ക്. ഫളറബ്നാ അലാ ആദാനിഹിം, അവരുടെ ചെവിമേൽ ഞാൻ അടിച്ചു എന്നാണ് ശരിക്കും വാക്കിന്റെ ശരിക്കർത്ഥം. തഫ്സീർ അൽഖൈനാ അലൈഹിം അന്നൗമ ഹീന ദഖലൂ ഫിൽ കഹ്ഫ്,
അവർ ഗുഹയിൽ പ്രവേശിച്ചപ്പോ അവർക്ക് നാം ഉറക്കം ഇട്ടുകൊടുത്തു എന്നാണ് വാക്ക്. കസീറത്തൻ, അപ്പോൾ അവര് ധാരാളം വർഷം അവർ എന്ത് ചെയ്തു? ഉറങ്ങി. അല്ലാഹു അവർക്ക് ഉറക്കം നൽകിയതിനെ കുറിച്ചുള്ള ഒരു പ്രയോഗമാണെന്ത്? റബ്ബന അലാ ആദാനിഹിം എന്ന പ്രയോഗം. അത് വിശുദ്ധമായ ഖുർആനിന്റെ ഫസീഹാത്തിൽപ്പെട്ടതാണ്, അതിന്റെ ശൈലിയിൽപ്പെട്ട, അതിന്റെ അപാരമായ സാഹിത്യത്തിന്റെ ശൈലിയിൽപ്പെട്ടതാണെന്ത്? അവർ ഉറക്കി എന്നതിന് റബ്ബന അലാ ആദാനിഹിം, ചെവിമേൽ ഞാൻ തഴുകി കൊടുത്തു എന്ന് പറയണത്. എന്താ എന്റെ ഉദ്ദേശം? മറ്റു പല ശബ്ദങ്ങളും അവർ കേൾക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ചെവിയെ നാം എന്ത് ചെയ്തു? അടച്ചു. എന്താണ് അതിന്റെ കാര്യം? എന്താ കാര്യം? ഉറങ്ങിക്കിടക്കുന്ന ഒരാള് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യും? ഞെട്ടി ഉണരും. സ്വാഭാവികമാണ്, നമ്മളൊക്കെയുള്ള അവസ്ഥയാണ്. അല്ലെ, കുടിയിൽ വല്ല വിരുന്നേരൊക്കെ വന്ന ദിവസം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ കുട്ടികളൊക്കെ അട്ടിപ്പുറത്താക്കിയിട്ട് വാതിൽ വെച്ച് കുട്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ കിടന്നുറങ്ങും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യും? മനുഷ്യ പ്രകൃതിയാണത്. അപ്പോ അതുകൊണ്ട് ആ പുറത്തുനിന്ന് ഒരു ശബ്ദവും കേൾക്കാതിരിക്കാനുള്ള ഒരു ശ്രമം, അതാണ് എന്ത്? അത് ചെവിയെ നാം ഇനി എന്ത് ചെയ്യൂല, ഒരു ശബ്ദം എന്ത് ചെയ്യൂല, കേൾക്കൂല. ആ രൂപത്തിൽ എന്ത് ചെയ്തു? ചെവിയെ നാം അടച്ചു എന്ന് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, ശബ്ദത്തിന്റെ ഒരു ചെറിയ കണിക പോലും കേൾക്കാതിരിക്കാൻ അവരെ ചെവിയെ നാം എന്ത് ചെയ്തു? അതാണ് ആ വാക്ക് വെറുതെ പറഞ്ഞതല്ലാന്ന്, വെറുതെ അങ്ങനെ ഉറക്കിക്കെടുത്തി എന്നല്ല. ആ ഉറക്കിക്കെടുത്തിയതിന്റെ ഹിക്മത്ത് എന്താണ്? ശബ്ദം കേൾക്കാതിരിക്കാൻ ആ ചെവിയെ നാം എന്ത് ചെയ്തു? അടച്ചു വെച്ചു എന്നത്. അപ്പൊ ഈ ചെവി മാത്രമാണോ അപ്പൊ ഉറങ്ങണത്? അങ്ങനുണ്ടോ? ചെവി കൊണ്ട് ചെവി ശബ്ദം കേൾക്കാതെ മാത്രം ഉറങ്ങുമോ? അപ്പൊ ഇവിടെ ഈ ചെവിനെ മാത്രം പറയാൻ എന്താ കാരണം? റബ്ബന അലാ ആദാനിഹിം എന്ന് പറയാൻ എന്താ കാരണം? ഖുർആനാണല്ലോ പറയണത്, അതിന് കാരണം ഉണ്ടാവുമല്ലോ. അമ്മാ തഖ്സീസുൽ അദാനി ബിദ്ദിക്രി, ഇവിടെ ചെവിയെ പറയാൻ പ്രത്യേകിച്ച് കാരണം ഉറക്കം ഫസാദാകുന്നതിന്റെ എല്ലാ പ്രധാന കാരണങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചെവി കൊണ്ടാണ്, അല്ലേ? കാരണം ശബ്ദം കേൾക്കുമ്പോഴാണ് കൂടുതലും എന്ത് ചെയ്യാ? ഉറക്കത്തിന് പ്രയാസം വരാം. ചിലപ്പോൾ ഉറങ്ങി കിടക്കുന്ന ആള് ചിലപ്പോൾ പോയിട്ട് ഇങ്ങനെ കയ്യും അങ്ങനെ തട്ടിച്ച് ചിലപ്പോൾ എന്തായിക്കൊള്ളുന്നില്ല, അത് അറിഞ്ഞോളുന്നില്ല. കാലുമങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ തട്ടിയാലും ചിലപ്പോൾ എന്തായിക്കൊള്ളുന്നില്ല, നല്ലോണം കുലുക്കി വിളിച്ച് ചിലപ്പോൾ അറിഞ്ഞു വരും. എന്നാൽ ശബ്ദങ്ങൾ, വല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പെട്ടെന്ന് തെറ്റി ഉണരും. അപ്പൊ അതുകൊണ്ട് ചെവി എന്നത് ഉറക്കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് ചെവിയിലൂടെ കേൾക്കുന്ന ശബ്ദങ്ങൾ ഉറക്കത്തിനെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടെ റബ്ബന അലാ ആദാനിഹിം എന്ന് പറഞ്ഞത്. കൂടുതലും ഉറക്കം ഉണരാനുള്ള കാരണം എന്താണ്? അവര് പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കൽ കൊണ്ടാണ് കൂടുതലും ഉറക്കം നഷ്ടപ്പെടാൻ ഉണ്ടാകുന്ന കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ചെവിക്കൊരു പ്രധാന ഒരു റോൾ ഉണ്ട് എന്തില്? ഉറക്കത്തില്. അതുകൊണ്ട് തന്നെ ഹദീസിന് ഒരു പ്രയോഗമുണ്ട്, അല്ലെ? സുബഹിക്ക് നീക്കാത്ത ആളുകളെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞു? സുബഹിയായിട്ടും എഴുന്നേൽക്കാത്ത ആളുകളെ കുറിച്ച് റസൂലിന്റെ പ്രയോഗം ഉണ്ടല്ലോ. എന്താണ്? എന്നൊരു പ്രയോഗമുണ്ട്. അവന്റെ ചെവിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പിശാച് മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്ന്. സുബഹിക്ക് എഴുന്നേൽക്കാത്ത ആളുകളെ ചെവിയിൽ എന്ത് ചെയ്യും? പിശാച് മൂത്രം ഒഴിക്കും എന്നൊരു പ്രയോഗമുണ്ട്, അല്ലെ? അത് അസാറ അലൈഹിസ്സലാം ഇലാ റജുലിൻ ത്വീലിൻ നൗമി ലാ യഖൂമുൽ ലൈൽ, രാത്രി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാതെ സുബഹിന്റെ സമയത്ത് മൂടി പതിച്ച് കിടന്നുറങ്ങുന്ന ആളുകളെ കുറിച്ചുള്ള റസൂലുള്ളാഹിന്റെ പ്രയോഗമാണ് എന്ത്? അവന്റെ ചെവിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പിശാച്. അപ്പൊ അവിടെ ചെവി എന്നുള്ള പ്രയോഗമാണ്. വേറെ കണ്ണിൽ മൂത്ര വെച്ചിട്ടെന്ന് പറഞ്ഞാൽ പറയുന്നത്, അല്ലെ? മൂക്കിൽ മൂത്ര വെച്ചെന്ന് പറഞ്ഞാൽ മതി, അതല്ലല്ലോ. എന്താ പറഞ്ഞേ? ചെവിയിൽ മൂത്ര വെച്ചിട്ടുണ്ടെന്ന. അപ്പൊ ഉറക്കത്തിന് സാരമായി ബാധിക്കുന്ന ഒരു അവയവമാണ് ഏത്? മനുഷ്യന്റെ ചെവി എന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആയത്തിൽ എന്തിനെ എടുത്തു പറഞ്ഞത്? ഫളറബ്നാ അലാ
ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ. ധാരാളം വർഷങ്ങൾ എത്ര വർഷം? 309 വർഷം. 309 വർഷം. അത് വിശദീകരിക്കാൻ ആയത്തിലേക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ നാം അവരെ പുനർജീവിപ്പിച്ചു. ബഅസ്ന നമ്മ പുനർജീവിപ്പിച്ചു. എന്തിന്? നാം അറിയിക്കാൻ വേണ്ടി അയ്യുൽ ഹിസ്ബൈനി, 2 വിഭാഗങ്ങളിൽ ആരാണ് അവർ ആ ഗുഹയിൽ താമസിച്ച വർഷത്തെ കുറിച്ച് ഏറ്റവും കൃത്യമായി അറിയുന്നവർ ആരാണ് എന്ന് നാം അറിയിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നീട് എന്ത് ചെയ്തു? അവർ നാം 309 വർഷം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നാം എന്ത് ചെയ്തു? അവരെ ഉണർത്തി. ഇവിടെ ബഅസ് എന്ന് പറഞ്ഞ ശരിക്കും വാക്കിനർത്ഥം എന്താണ്? ബഅസ് പുനർജന്മം എന്നാണ്. ആ പ്രയോഗം കാരണം മരിച്ചതിന് ശേഷം ജീവിപ്പിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് എന്ത് പറയും? മബൂസ് എന്ന് പറയും. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ആളുകളെ കുറിച്ചും എന്ത് പ്രയോഗിക്കും? കാരണം അന്നൗമു അഹുൽ മൗത്ത്, മരണം എന്നത്, ഉറക്കം എന്നത് മരണത്തിന്റെ ഒരു സഹോദരനാണ്, ഒരു സാമ്പിൾ ആണെന്ത്? മരണത്തിന്റെ ഒരു സാമ്പിൾ ആണെന്ത്? ഉറക്കം. അപ്പോ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ആളെ കുറിച്ചും മബൂസ് എന്ന് പറയും. മരിച്ചതിന് ശേഷം ഹയാത്താക്കുന്ന ആളെ കുറിച്ചും എന്ത് പറയും? അതുകൊണ്ടാണ് അന്ത്യനാളിന് എന്ത് പേര് വന്നത്? യൗമുൽ ബഅസ് എന്ന് പറഞ്ഞത്, പുനർജന്മത്തിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ ബഅസ്നാഹും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? നാം അവർ പുനർജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ അസ്ഹാബിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കത്തിൽ നാം അവരെ ഉണർത്തി എന്നാണ്. അന്നഹു കാന മംനൂഅൻ മിനൽ ഇൻബിആസി വത്തസറുഫി, ഉറങ്ങിക്കിടക്കുന്ന ആള് ആരെപ്പോൾ തന്നെയാണ്? മരിച്ചവനെ പോലെ തന്നെയാണ്. കാരണം അവന് എന്തുണ്ടാവൂല? ഈ അനക്കവും മടക്കവും മറ്റുള്ള സംഗതികളൊന്നും ഉണ്ടാവൂല, മരിച്ചതുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മരിച്ച ആളെ കുറിച്ചും ജീവിപ്പിക്കുമ്പോ ബഅസ് എന്ന് പറയും. ഉറങ്ങിക്കിടന്ന ആളുകൾ ഉണരുമ്പോഴും എന്ത് പറയും? അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? സുമ്മ ബഅസ്നാഹും, പിന്നെ നാം അവരെ ഉണർത്തി. ലിനഅലമ അയ്യുൽ ഹിസ്ബൈൻ. ഏതായി 2 വിഭാഗം. 2 വിഭാഗങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവർ നോക്കാൻ വേണ്ടിയെന്നാ. 2 വിഭാഗം ആരാണ്? വല്ലാഹിറു മിനൽ ആയത്തി, ആയത്തിന്റെ പ്രകടമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അന്നൽ ഹിസ്ബൽ വാഹിദു ഹുമുൽ ഫിത്യത്തു, ഒരു വിഭാഗം ആരാണ്? ഈ യുവാക്കൾ തന്നെ. കാരണം അവർ ഉണർന്നപ്പോ അവർ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ എത്ര ഉറങ്ങി അല്ലേ? ഒരു ദിവസം ഫുൾ ഉറങ്ങിയോ അതോ പകുതിയാണ് ഉറങ്ങിയത്? ചർച്ച എന്താണ്? ഒരു ദിവസം ഉറങ്ങിയോ പകുതി ഉറങ്ങിയോ എന്നുള്ളതാണ്. 350 വർഷമായൊന്നും ആരറിയിട്ടില്ല അല്ലേ? അപ്പൊ അവർക്കിടയിൽ തന്നെ എന്ത് വന്നു? ഒരു ദിവസമാണ് അല്ലെങ്കിൽ പകുതി ദിവസം എന്നുള്ള അതൊരു ചർച്ച. ഹിസ്ബു സാനി, 2ാമത്തെ വിഭാഗം അഹ്ലുൽ മദീനത്തിൽ അല്ലദീന ബുഇസൽ ഫിത്യത്തു അലാ അഹദിഹിം, അവരെ കാലത്ത് പിന്നീട് ഉണർന്നതിന് ശേഷം ഈ തംലീഹ ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങടിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോ ഈ വെള്ളി നാണയം കൊടുത്തപ്പോഴാണല്ലോ സംഗതി കള്ളി പൊളിഞ്ഞത്. അപ്പൊ ആ നാട്ടുകാരായ ആളുകൾ അവരെന്ത് ചെയ്തു? അവരുടെ കാര്യത്തിൽ അവർ തർക്കം വന്നു, എത്ര കാലം അവർ ഉറങ്ങിയത് എന്നുള്ള വിഷയത്തിൽ. അപ്പോ ഇത് ആരാണ് ഇവർ ഏറ്റവും കൂടുതൽ അറിയുന്നവർ നോക്കാൻ വേണ്ടി കാരണം ഇവരുടെ പൂർവികന്മാർ ഇവരെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ദക്കിയാനൂസ് രാജാവിന്റെ കാലത്ത് കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു, അവർ നല്ല ആൾക്കാരായിരുന്നു. അവരെന്താണ്? അവർ ദീനുമായി ഓടിപ്പോയ ചരിത്രങ്ങൾ അവർ കേട്ട പരിചയമുണ്ട്. അപ്പൊ എത്ര കാലായി എന്നുള്ള, എത്ര വർഷങ്ങളായി എന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കം ഉണ്ടായിരുന്നു. അപ്പൊ ആ തർക്കത്തെ തീർത്തു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മ അവരെ എഴുന്നേറ്റപ്പോ എന്ത് ചെയ്തു? ബോധ്യായി എത്ര വർഷമാണ്? 309 വർഷമാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു. വഹാദാ ഖൗലുൽ ജുംഹൂരി, ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മറ്റൊരു അഭിപ്രായം പിന്നെ കാഫിരീങ്ങളും മുഅ്മിനീങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. കാഫിരീങ്ങൾ പറഞ്ഞു വേറെ അഭിപ്രായം, മുസ്ലിമീങ്ങൾ വേറെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും തർക്കം ഉണ്ടായിട്ടുണ്ട്. എന്ത്? എത്ര കൊല്ലാണ് അവർ ഉറങ്ങിയത് എന്ന വിഷയത്തിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. ആ തർക്കത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർ ഉണർത്തിയപ്പോ എന്ത് ചെയ്തു? കൃത്യമായ വർഷം അവർക്ക്
നാം മനസ്സിലാക്കി കൊടുത്തു എന്നത്. ഇതുവരെ ഈ ആയത്ത് വരെ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം സംക്ഷിപ്തമായി അള്ളാഹു വിവരിച്ചു. ഇനി അടുത്ത ആയത്ത് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. നഹ്നു നാം നഖുസ്സു അലൈക നബിയെ അങ്ങേക്ക് നാം വിശദീകരിച്ചു തരാം നബഅഹും അവരുടെ വാർത്തകളെ അവരുടെ വിഷയങ്ങളെ ബിൽ ഹഖ് സത്യസന്ധമായി വിവരിച്ചു തരാം. എന്താ അങ്ങനെ പറയണത്? സത്യസന്ധമായി എന്നാണ് ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളിൽ ധാരാളം കൂട്ടിക്കെട്ടലുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ ഉണ്ടാവും. പലരും ഒരു കണ്ടമാനം വർഷം മുമ്പുണ്ടായ സംഭവമല്ലേ. അതുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും കെറ്റിക്കൂട്ടും. അപ്പൊ പലപ്പോഴും കളവാകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റേ ഇസ്രായേലിയാത്തിലൊക്കെ ഉള്ളതുപോലെ ബനു ഇസ്രായേലുകാരൊക്കെ വിശദീകരിച്ചതുപോലെ ചില വിഷയങ്ങളൊക്കെ കൂടുതലായി അവരുടേതായ നിരക്ക് കൂട്ടിക്കൊടുക്കുമ്പോൾ അതിൽ അസത്യങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു അസത്യവും വരാതെ വിശുദ്ധമായ ഖുർആൻ പറയണത് കറക്റ്റായിട്ട് വളരെ കൃത്യമായി സത്യസന്ധമായാണ് എന്ത് ചെയ്യണത് ഖുർആൻ ഈ വിഷയത്തെ സമീപിച്ചത് വിശദീകരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് സത്യസന്ധമായി നാം നബിയെ അങ്ങേക്കത് വിശദീകരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ്. ഇന്നഹും ഫിത്യത്തുൻ അവർ ഒരു കൂട്ടം യുവാക്കളാകുന്നു. 3 സ്ഥലത്ത് ഖുർആൻ ഈ പ്രയോഗം നടത്തുന്നു. ഇന്നഹും ഫിത്യത്തുൻ അവർ ഒരു കൂട്ടം അവർ ചെറുപ്പക്കാരാണ്. അത് ആ യുവാക്കൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇത്. ഏത് ഇന്നഹും ഫിത്യത്തുൻ എന്ന ഖുർആന്റെ പ്രയോഗം. അവര് ഒരു കൂട്ടം എന്താണ് അവര് ആൺകുട്ടികളായിരുന്നു എന്നൊക്കെ പറയില്ലേ, അവര് ആൺകുട്ടികളായിരുന്നു എന്നുള്ള പ്രയോഗമാണത്. കാരണം എന്താണെന്നറിയോ, മഹാന്മാർ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഈ യുവാക്കൾ എന്നത് അവര് അത്ര മോശക്കാരല്ല. ഒരു പക്ഷേ കാരണവന്മാരെക്കാൾ കൂടുതൽ മഹത്വമാർക്കാണ്. ചിലപ്പോൾ പറഞ്ഞ് നീച്ചോൻ സാധ്യതയുണ്ട്. കുറച്ചേരം കേട്ടിരുന്നാള് ഞാൻ പറഞ്ഞതല്ല, അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാന്റെ അഭിപ്രായമാണ്. അതായത് അവർ യുവാക്കളാണ്. വഹും അക്ബറുൽ ഹഖ് ഈ സത്യത്തെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ആരാണ്? ചെറുപ്പക്കാരാണ്. സത്യത്തെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ആരാണ്? ചെറുപ്പക്കാരാണ്. വയസ്സന്മാരെക്കാൾ കൂടുതൽ ഹിദായത്തിന്റെ വഴിയിലേക്ക് വേഗം വരുന്നതും ആരാണ്? ചെറുപ്പക്കാരാണ്. വെറുതെ പറഞ്ഞതല്ല. അതിന് കാരണം പറഞ്ഞു. എന്താണെന്നറിയോ, الذين قد أتوا وعصوا في دين الباطل ولهذا كان أكثر المستجيبين لله ورسوله سبابا. അല്ലാഹുവിന്റെ റസൂൽ ദീനുമായി വന്നപ്പോ, മുത്തുനബി ദീനുമായി വന്നപ്പോ റസൂലുള്ളാഹിനെ അംഗീകരിച്ചത് ഏറ്റവും കൂടുതൽ ആരാണ്? യുവാക്കളാ, ആരല്ല? ചെറുപ്പക്കാരല്ല. എന്താ കാരണം? അമ്മൽ മസായിഖു മിൻ ഖുറൈസിൻ ഖുറൈശിയിൽപ്പെട്ട വയസ്സന്മാരെല്ലാം അവര് കൂടുതലും അവർ ആ മതത്തിന് തന്നെ എന്ത് ചെയ്തു? ഞങ്ങളിനിപ്പോ എന്ത് ചെയ്യില്ല, ഇത്രയും കാലായില്ലേ, അങ്ങനെ പ്രയോഗമുണ്ട്, ഇത്രയും കാലായില്ലേ, ഞങ്ങളിനിപ്പോ എന്ത് ചെയ്യണില്ല, ഇനിയിപ്പോ കുറച്ചാളല്ലോ, ഇത് ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ് അവർക്ക് മെയിൻ ഉണ്ടാവുക. ചെറുപ്പക്കാരാണ് എന്ത് ചെയ്യുക, പെട്ടെന്ന് ആദർശത്തിലൊക്കെ പെട്ടെന്ന് കടന്നു വരിക. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോ ബദർ യുദ്ധം കഴിഞ്ഞപ്പോ എന്തുണ്ടായി? ബദർ യുദ്ധം കഴിഞ്ഞപ്പോ മക്ക കാലിയായി. എന്തായി? ഉത്തുബത്ത് അല്ലെ, എന്താണ് അബൂജഹല്, ഉത്തുബത്ത്, ഷൈബത്ത്, വലീദ്, ഇങ്ങനെ തുടങ്ങിയ ഖുറൈശി പ്രമുഖരായിട്ടുള്ള കാരണന്മാരൊക്കെ എന്ത് ചെയ്തു? ബദറില് കൊല്ലപ്പെട്ടു. എന്താ കാരണം? കൊല്ലപ്പെടാൻ എന്താ കാരണം? അവർ ദീനിലേക്ക് വന്നില്ല, അവര് പിന്തിരിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു? ബദർ യുദ്ധം വന്നപ്പോ എന്ത് ചെയ്യേണ്ടി വന്നു? കൊല ചെയ്യപ്പെടേണ്ടി വന്നു. അപ്പൊ റസൂലുള്ള ദീനുമായി വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ഈ ദീനിനെ ഹിദായത്തിനെ സ്വീകരിച്ചത് ആരാണ്? യുവാക്കളാണ്. എന്നാൽ വലം യുസ്ലിം മിൻഹും ഇല്ലൽ ഖലീൽ വളരെ കുറഞ്ഞ വയസ്സായ ആൾക്കാരെ എന്ത് ചെയ്തിട്ടുള്ളൂ ഇസ്ലാമിലേക്ക്. അവരും അന്ന് റസൂലുള്ളാഹിക്കെതിരെ പടം നയിച്ചു തന്നെ മക്കയിലെ ഖുറൈശി പ്രമുഖരായ വയസ്സന്മാരായിരുന്നു. പ്രായമുള്ള ആളുകളാ, ചെറുപ്പക്കാരല്ല.
മനസ്സിലാകുന്നുണ്ടോ? ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ നിങ്ങള് അശ്റത്തുൽ മുബശ്ശിരീങ്ങളില്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ 10 സ്വഹാബികൾ, അവരുടെ പ്രായം നോക്കി ഒക്കെ എന്താണ്? ചെറുപ്രായം. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ തന്നെ കാരണം എന്താണ്? റസൂലുള്ളാഹിന്റെ ദുആ, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, അല്ലാഹ് രണ്ടാറ് ഉമറിനെ കൊണ്ട് നീ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ തുറന്നത് എന്തിനാണ്? ഒന്ന് ഉമർ ഖത്താബും ഒന്ന് അബൂജഹലും. പക്ഷെ അവിടെ തൗഫീഖ് കിട്ടിയത് ആർക്കാണ്? ഉമർ ഖത്താബിന. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഉമർ ഖത്താബ് എന്ന ആരായിരുന്നു? യുവാവായിരുന്നു. അപ്പൊ ആ യുവത്വം ഇസ്ലാമിന് ഉപകരിക്കപ്പെടണം എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്തത്? അപ്പോ എന്നും ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചുള്ളതും നന്മയെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചുള്ളതും ആരാണ്? യുവാക്കൾ. അത് യുവാക്കൾ എന്ത് ചെയ്യണം? നമ്മളങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു യുവാക്കല്ല, അവർ പ്രത്യേകം എന്ത് ചെയ്യണം? പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ അന്ന് ദഖ്യാനുസ് രാജാവിന്റെ കാലത്ത് ഈ ചെറുപ്പക്കാര്, അത് കേവലം ചെറുപ്പക്കാരല്ല, രാജകൊട്ടാരങ്ങളിൽ താമസിക്കുന്ന രാജാക്കന്മാരുടെ പിന്നീട് പല രാജാക്കന്മാരും ആയി മാറേണ്ടിയിരുന്ന ചെറുപ്പക്കാരായ ആളുകളാണ് എന്ത് ചെയ്തത്? ഇതിലേക്ക്. അന്നും ഈ കാരണന്മാർ അപ്പുറത്തുണ്ട്, അവരെല്ലാം എന്തായത് ഈ ഇതിലേക്ക് വന്നത് ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് അള്ളാഹ് ഒന്ന് അഭിമാനത്തോടെ പറഞ്ഞത് ഇന്നഹും ഫിത്യത്തുൻ, അവര് ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞത്. ആ പ്രയോഗം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്നോട് തെറ്റിയിട്ട് കാര്യം കേട്ടോ, ചെറുപ്പക്കാരന്മാരെ, കാരണം പറയാതിരിക്കാൻ വാഹനല്ലോ. അന്നഹും കാനോ മുതവ്വിഖീന മുസവ്വിരീന ബിദ്ദഹബി ദവീദവാഇബാന, അവര് മുതവ്വിഖീന മുസവ്വിരീന ബിദ്ദഹബി, അവര് സ്വർണത്തിന്റെ മാല ധരിച്ചിരുന്നു എന്നാണ്. സ്വർണത്തിൽ, അതായത് അന്നത്തെ കാലത്തൊരു ശൈലിയായിരിക്കും. രാജാക്കന്മാരുടെ കഴുത്ത്, രാജകുമാരന്മാര് എന്നൊക്കെ പറയുന്നത്, രാജകുമാരന്മാര് സ്വർണമാലൊക്കെ ധരിച്ച് കാതിലൊക്കെ ഇട്ടിട്ട് എന്താണ് മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള. അപ്പോ മുടി നീട്ടി വളർത്തിയ എല്ലാരും മോശക്കാരാണെന്ന് എന്ത് ചെയ്യണ്ട ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ കുറ്റം പറയാൻ എന്താണ്? ഓന്റെ തലിമുടിയും കണ്ടില്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ. ഇപ്പൊ കൂടുതൽ ചെറുപ്പക്കാരില്ലാത്തോണ്ടാണ് അങ്ങനെ പറയണത്. ഏതൊരു കുട്ടി മുടി നീട്ടിച്ചിട്ട് ഓൻ എന്ത് ചെയ്യണ്ട, ഓനെ കള്ളും കഞ്ചാവാക്കാൻ പോണ്ടാന്ന്. മുടി നീട്ടി വളർത്താന്നുള്ളത് ഒരു മോശമുള്ള കേസൊന്നല്ല. കാരണം റസൂലുള്ളാഹിന്റെ മുടി ഏതുവരെ ഉണ്ടായിരുന്നു? ഇതുവരുണ്ടായിരുന്നില്ലേ? ഓനിപ്പോ റസൂലുള്ളാഹിന്റെ സുന്നത്തൊക്കെ ഉണ്ടെന്നല്ല വെക്കണത്. എന്നാലും ഒരു മുടി നീട്ടി വളർത്തിയ കുട്ടിയെ കാണുമ്പോൾ കാരണന്മാർക്ക് എന്ത് ചെയ്യണ്ട, ഒരു പൊട്ടണ്ട, ഓന് കഞ്ചാവാണ് കള്ളാണെന്ന് പറയാൻ പോണ്ടാന്ന്. മുടി നീട്ടി വളർത്താന്നുള്ളത് മോശക്കാരൊന്നല്ല. കാരണം അസ്ഹാബുൽ കഹ്ഫ് എന്ത് ചെയ്തിട്ടുണ്ട്? മുടിയൊക്കെ നീട്ടി വളർത്തിയ കുട്ടികളായിരുന്നു എന്ന്. മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴും അവരെ ഈ ചെറുപ്പക്കാരെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയാണ് എന്ത് വേണ്ടത്? നമ്മൾ കാരണന്മാർക്ക് അവരെങ്ങനെ ചേർത്ത് നിർത്തുമ്പോഴാണ് അവർ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. എപ്പോഴും ഇങ്ങനെ അവരെങ്ങനെ കുറ്റം പറയുമ്പോൾ അവരിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പോവുള്ളൂ. അതല്ല വേണ്ടത്. അവരെ കൂടെ നിർത്താൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രമിച്ചാൽ വലിയ മാറ്റം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതാണ് ഇന്നഹും ഫിത്യത്തുൻ, അവരാരാണ്? ഒരു കൂട്ടം ചെറുപ്പക്കാർ, ആൺകുട്ടികളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചു. വസിദ്നാഹും ഹുദാ, വിശ്വസിച്ചപ്പോ അള്ളാഹു അവർക്ക് എന്ത് ചെയ്തു? ഹിദായത്തിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈ സിദ്നാഹും ഹുദാ എന്ന ആയത്ത് ഒരു ദിവസം കൂടുതൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു ആയത്താണ്. സിദ്നാഹും ഹുദാ, അവർക്ക് നാം ഹിദായത്തിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇവിടെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. വലിയ പണ്ഡിതന്മാർ തമ്മിൽ വലിയ ചർച്ച നടന്നൊരു വിഷയം എന്ത്? ഈമാൻ വർദ്ധിക്കുമോ കുറയുമോ എന്നുള്ള വിഷയം. അഷ്റഫുൽ അഖായിദ് പോലെയുള്ള കിതാബിലൊക്കെ, അഖീദന്റെ കിതാബിലൊക്കെ വലിയ ചർച്ച പണ്ഡിതന്മാർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ഈമാൻ ഈമാൻ വർദ്ധിക്കൂല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഈമാൻ വർദ്ധിക്കും എന്ന് പറയുന്നവരുണ്ട്. രണ്ടു കൂട്ടർക്കും തെളിവുകൾ ധാരാളമുണ്ട്. അത് ഒരു ഈമാൻ അല്ല കൊടുത്തത് കൂടോ കുറയോ, ഈമാനിൽ ഏറ്റക്കുറവുണ്ടാകുമോ എന്നുള്ളതാണ്. അതില് ചില പണ്ഡിതന്മാര് പറഞ്ഞു ഈമാനിന്റെ ഏറ്റക്കുറവ് എന്ന് പറഞ്ഞാൽ അമല് കൊണ്ടാണ്. അമലുകൾ വർദ്ധിക്കുമ്പോ എന്ത് ചെയ്യും? ഈമാൻ വർദ്ധിക്കും. അമല് കുറയുമ്പോ എന്ത് ചെയ്യും? ഈമാന് കുറയും എന്നുള്ളതാണ്. എന്നാൽ ബുഖാരി, ഇമാം ബുഖാരി പോലെയുള്ള മഹാന്മാർ പറഞ്ഞത് എന്താണ്? ഈമാൻ വർദ്ധിക്കും എന്നാണ് ആരഭിപ്രായം? ബുഖാരി അടക്കമുള്ള പണ്ഡിതന്മാരുടെ ഈമാൻ എന്തുണ്ട്? ഏറ്റക്കുറവ് ഉണ്ടാവും, ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയും എന്നാണ്. ചിലര് പറയണത് എന്താണ്? ഈമാൻ ആ കിട്ടിയ ഈമാനെ എന്തുണ്ടാവുള്ളൂ എന്നാണ്.
അപ്പൊ അന്നഹു യസീദു വയൻഖുസു, അത് കൂടുകയും ചെയ്യും കുറയും ചെയ്യും. വലിഹാദാ ഖാല തആല, അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് വസിദ്നാഹും ഹുദാ എന്ന് പറഞ്ഞേ, അവർക്ക് നാം ഹിദായത്ത് എന്ത് ചെയ്തു, ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു അല്ലാഹ് പറയുന്നുണ്ട്. മറ്റു ചില ആയത്തും അതിന് ഉപോത്ബലമായി അവർ ഉദ്ധരിക്കുന്നുണ്ട്. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദൻ, വല്ലദീന ഇഹ്തദൗ, ഹിദായത്ത് ലഭിച്ചവർ, സാദഹും ഹുദൻ, അവർക്ക് വീണ്ടും എന്ത് ചെയ്തു, ഈമാൻ വർദ്ധിച്ചു എന്ന് പ്രയോഗം. മറ്റൊരായത്ത് ഇങ്ങനെ കാണാം, അമ്മല്ലദീന ആമനൂ ഫസാദതുഹും ഈമാനാൻ, അമ്മല്ലദീന ആമനൂ, അപ്പോൾ വിശ്വസിച്ചവർ, ഫസാദതുഹും ഈമാൻ, അവർക്ക് നാം ഈമാനിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പൊ അതിനർത്ഥം എന്താണ്, ഈമാൻ വർദ്ധിക്കും കുറയൊക്കെ ചെയ്യും. മറ്റൊരായത്ത് ഇങ്ങനെ കാണാം, സൂറത്തുൽ ഫതഹിൽ, ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം, ഈമാന്റെ മേൽ ഈമാനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി. അപ്പൊ എന്ത് ചെയ്യും, കിട്ടിയ ഈമാനേക്കാൾ ഈമാന് അപ്പൊ കൂടും ചെയ്യും കുറയും ചെയ്യും എന്നൊക്കെയാണ് തർക്കമുള്ള വിഷയമാണ്. പക്ഷെ നമുക്ക് ഖണ്ഡിതമായി നമുക്ക് തീരുമാനം പറയാൻ കഴിയില്ല. പക്ഷെ ഇമാം ബുഖാരി അടക്കമുള്ള പണ്ഡിതന്മാർ ഈ ആയത്തൊക്കെ വെച്ച് പറഞ്ഞ എന്താണ്, ഈമാന് കൂടും ചെയ്യും കുറയും. മറ്റൊരു ഇമാം പറഞ്ഞത് അമലിനനുസരിച്ച് എന്ത് ചെയ്യും, ഈമാൻ അമലുസ്വലയാത്തിന് കൂടുതലുണ്ടെങ്കിൽ ഈമാൻ കൂടും, കുറഞ്ഞാൽ എന്ത് ചെയ്യും ഈമാൻ. തർക്കമുള്ള വിഷയമാണ്. നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണ്ട, കൂടുതൽ പോണ്ട. ചുരുക്കം പറഞ്ഞാൽ ഈമാൻ എന്തുണ്ട്, അത് അവസാനം പറയട്ടെ. അൽവാഉൽ ബയാൻ എന്ന തഫ്സീറിൽ ഇമാം മുഹമ്മദുൽ അമീൻ സൻഖീതി എന്നവർ പറഞ്ഞു അവസാനം, വഹാദിഹിൽ ആയാത്തുൽ മദ്കൂറത്തു, ഈ പറയപ്പെട്ട ആയത്തുകൾ നുസൂസുൻ സരീഹത്തുൻ ഫി അന്നൽ ഈമാന യസീദു, ഈമാൻ വർദ്ധിക്കും എന്ന വിഷയത്തിലെ നസ്സായ ആയത്തുകളാണ്. മഫ്ഹൂമു മിൻഹാ അന്നഹു യൻഖുസു അയ്ദൻ, അപ്പൊ ഇത് എന്ത് മനസ്സിലാക്കാം, കൂടുന്ന സാധനം എന്ത് ചെയ്യും, കുറയും ചെയ്യും. അപ്പോ ഏറ്റക്കുറച്ചിലുകൾ ഈമാനില് ഉണ്ടാകും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബിഹൽ ബുഖാരി റഹിമഹുല്ലാഹു അലാ ദാലിക്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ വസിദ്നാഹും ഹുദാ, അവർക്ക് നാം എന്ത് ചെയ്തു, ഹിദായത്തിനെ ഈമാനിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇനി അടുത്തായിട്ട് വേഗം പോണം. വറബത്നാ അലാ ഖുലൂബിഹിം, وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا وربطنا على قلوبهم, അവരുടെ ഹൃദയങ്ങളെ നാം ബന്ധിപ്പിച്ചു, അങ്ങനെ അവരുടെ ഹൃദയത്തിന് നാം നല്ല ശക്തി നൽകി. ഇത് ഖാമു, അവർ എഴുന്നേറ്റ് നിന്നപ്പോ, ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ, ആ രക്ഷിതാവിനെ അല്ലാതെ മറ്റൊരു ഇലാഹിനെയും ഞങ്ങൾ വിളിക്കൂല. ലഖദ് ഖുൽനാ ഇദൻ ശതതാ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ ഏറ്റവും കള്ളമായ ഏറ്റവും മോശപ്പെട്ടൊരു വാക്കായി മാറും അത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യൂല, അതല്ലാത്ത മറ്റൊരു ഇലാഹിനെ ഞങ്ങള് ഇതെവിടെ പറഞ്ഞു, അവിടെ പറഞ്ഞു. ദഖ്യാനൂസ് രാജാവിന്റെ മുമ്പിൽ ഇവർ എഴുന്നേറ്റ് ധൈര്യത്തോടുകൂടി വിളിച്ചു പറഞ്ഞു എന്നാണ്. ഇങ്ങനെ ഇത് കാമു, അവർ എഴുന്നേറ്റ് നിന്ന സന്ദർഭം, അതായത് ഇങ്ങനെ അഞ്ഞാങ്ങൊഞ്ഞായിട്ട് പറഞ്ഞു എന്നല്ല. രാജാവ് എന്ത് ചെയ്തു, നിങ്ങൾ ഈ പണി പറ്റൂല, അങ്ങോട്ട് മാറണമെന്ന് രാജാവ് പറഞ്ഞപ്പോ നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ആ ശൈലി ഉണ്ടല്ലോ. ആരാ പറയണേ, രാജാവും ഒരു നാട് മുഴുവനും ഇവരോട് പറയണെന്ത്, മടങ്ങണം. അവർക്ക് മടങ്ങണം, നിങ്ങൾ ആ പണി പറ്റൂല. അപ്പൊ ഇവരെന്ത് പറഞ്ഞു, കാമു, ഇവർ എഴുന്നേറ്റ് പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ പടച്ചോൻ ആകാശഭൂമിയുടെ പടച്ചോനാണ്. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ, ഞങ്ങൾ മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ എന്ത് ചെയ്യൂല, ആരാധിക്കൂല. ലഖദ് ഖുൽനാ ഇദൻ ശതതാ, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ മോശപ്പെട്ട വാക്കായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യൂല, അങ്ങനെ പറയൂല എന്ന് അവർ എന്ത് ചെയ്തു, എഴുന്നേറ്റ് ധൈര്യത്തോടുകൂടി പറഞ്ഞു. അഴകുഴമ്പ പറച്ചിലല്ല, അങ്ങനെ പറയാൻ ഖുലൂബിഹിം, നമ്മുടെ ഹൃദയത്തിൽ നാം എന്ത് ചെയ്തു, ഉറപ്പ് നൽകി. അങ്ങനെ പറയാൻ ധൈര്യം വേണ്ടേ? അത് ഈ പറഞ്ഞത് ആരാണ്? ആ നാട്ടിലെ പ്രായമുള്ള ആളുകളല്ല, ചെറുപ്പക്കാരാണ് പറയുന്നത്. ചെറുപ്പക്കാർക്ക് രാജാവിന്റെയും മറ്റു ആളുകളുടെയും മുഖത്ത് നോക്കിയിട്ട് പറയാൻ എന്ത് വേണം, ഒരു ധൈര്യം വേണ്ടേ? അതാണ് ആ ധൈര്യം കൊടുത്തു. ഐ സ്വബ്ബർനാഹും
അവർക്ക് നാം ക്ഷമ കൊടുത്തു. റബത്ന എന്ന് പറഞ്ഞാൽ അലാ മുഖാലഫത്തി ഖൗമിഹിം, അവരുടെ കൗമിന് എതിര് നിൽക്കാൻ, മദീനത്തിഹിം, അവർ നാടിന് മുഴുവൻ എതിരാണ് ഇവര് അല്ലെ. അഫ്സൂസ് എന്താണ്, ഒരു നാടിന് ആ നാട് ഭരിക്കുന്ന രാജാവിനും ആ നാട്ടുകാർക്കും മൊത്തത്തിൽ എതിര് നിൽക്കാൻ അപാരമായ ക്ഷമ പോരാ അല്ലെ, എന്തും ചെയ്യുമല്ലോ. പക്ഷെ അവിടെ എന്ത് ചെയ്തു, ക്ഷമയോടുകൂടി അവർ എന്നിട്ട് നിന്നു. മാത്രല്ല അവരെ ഏറ്റവും മനോഹരമായ നല്ല ഐശ്വര്യപൂർണമായ ജീവിതത്തിനാണ് അവർ എതിര് നിൽക്കുന്നത്. രാജകുമാരന്മാരല്ലേ, കൊട്ടാരത്തിൽ നല്ല സുഖസുന്ദരമായി ജീവിക്കായിരുന്നല്ലോ. ആ അവസ്ഥ മാറിയിട്ട് ഇനി എവിടേക്ക് പോവാണ്? ഗുഹയിലേക്ക് പോവാ, ഒന്നുമില്ലാത്തടത്തേക്ക്. അപ്പൊ അതിനെന്ത് വേണം? 6 നേരം 2-3 നേരം നല്ലോണം കുഴിമന്തി അടിച്ച് കഴിക്കായിരുന്നു. എവിടെ കഴിക്കുകയാണെങ്കിൽ അല്ലേ, രാജാവ് പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ. അത് ഒഴിവാക്കിയിട്ടാണ് എന്ത് പോണത്? ഗുഹയിലേക്ക് പോണത്. ചില്ലറ ക്ഷമ പോരല്ലോ. ആ ക്ഷമ, അങ്ങനെ ഒരു ക്ഷമക്ക് വേണ്ടി അവർ ഹൃദയത്തെ നാം എന്ത് ചെയ്തു? ബലപ്പെടുത്തി. നല്ല നിയമത്തും വിജയമൊക്കെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലേക്ക് പോകാണ്. അപ്പൊ അതിന്റെ മേൽ അവിടെ ഖൽബിന് എന്ത് ചെയ്തു? നാം ക്ഷമ കൊടുത്തു എന്നാണ്. എന്തിനർത്ഥം? വറബത്ന അലാ ഖുലൂബിഹിം എന്നർത്ഥം. ഇനി മറ്റൊരർത്ഥം കൂടി ഉണ്ട്. വറബത്ന അലാ ഖുലൂബിഹിം, ഇവിടെ ഹൃദയങ്ങളെ നാം പരസ്പരം ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു, ഇവരാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളായിരുന്നില്ല അല്ലേ. നമ്മൾ കഴിഞ്ഞ ഓർമ്മ ഒക്കെ പല നാടുകളിൽ നിന്ന് പല വാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളായിട്ട് പലയിടത്തും വന്നവരാണ്. പിന്നെ എന്ത് ചെയ്തു? മുൻഗാമികളും പിൻഗാമികളുമായ ചില പണ്ഡിതന്മാർ പറയുന്നു, അന്നഹും കാനൂ മിൻ അബ്നാഇ മുലൂക് റൂമി വസാദാതിഹിം, ഇവരുടെ റോമിലെ പല രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും മക്കളാണ് ആര്? ഈ ചെറുപ്പക്കാര്. 6 ചെറുപ്പക്കാര്. 7ാമത്തെ ആള് പിന്നെ കൂടിയതാണ്. അന്നഹും ഖറജു യൗമൻ ഫീ ബഅദി അയാദി ഖൗമിഹിം, ഒരു ദിവസം ഇവരുടെ മാതാപിതാക്കളോട് കൂടെ അവരുടെ നാട്ടിലെ ആഘോഷത്തിന് വേണ്ടി പുറപ്പെട്ടു. നാട്ടിൽ കൊല്ലത്തിലൊരിക്കൽ എന്തുണ്ടാവാറുണ്ട്? പൂരം പോലത്തെ ഒരു ആഘോഷം ഉണ്ടാവാറുണ്ട്. അതിനുവേണ്ടി നാടിന്റെ പുറത്ത് ഒരു വലിയ ആഘോഷത്തിന് ഇവർ കൊല്ലത്തിലൊരിക്കൽ എന്ത് ചെയ്യാറുണ്ട്? ഒരുമിച്ച് കൂടാറുണ്ട്. അതിനുവേണ്ടി പല നാടുകളിൽ നിന്നും മാതാപിതാക്കളോടൊപ്പം ആളുകൾക്ക് അങ്ങനെ വന്നതാണ് ആര്? ഈ ചെറുപ്പക്കാര്. അവര് ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങളെ പൂജിക്കുകയും വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലികർമ്മം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ആഘോഷം. അങ്ങനെ വക്കാനഹും മലിക്കുൻ, അപ്പോഴാണ് ആ നാട്ടില് ആരുള്ളത്? ദഖ്യാനുസ് രാജാവ് ഉള്ളത്. ആ ദഖ്യാനുസ് രാജാവിന്റെ പണി എന്താണ്? ആ നാട്ടിലെ ആളുകളെ മുഴുവനും ഈ വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാനാണ് ആരെ പണി? അത് കേൾക്കാത്ത ആളുകൾ അവൻ എന്ത് ചെയ്യും? നിഷ്ഠൂരമായി കൊലപ്പെടുത്തി കളയും. അതാണ് അവന്റെ സ്വഭാവം ഉള്ളത്. അങ്ങനെ ഫലമ്മ ഹറജൻ നാസുലി മുജ്തമഈൻ ദാലിക, ആ വർഷം ഈ ആഘോഷത്തിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോ ഈ ചെറുപ്പക്കാരും എന്ത് ചെയ്തു? അവരുടെ നാടുകളിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം ആഘോഷത്തിന് വന്നു. അങ്ങനെ ഈ തന്റെ കുടുംബക്കാരും അല്ലാത്തവരൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പണികൾ അവരിങ്ങനെ നോക്കി നിന്നു. എന്ത്? വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുന്നു, വിഗ്രഹത്തിന് പൂജ നടത്തണോ, വിഗ്രഹത്തിന് വേണ്ടി ബലികർമ്മം നടത്തണോ എന്ന് നോക്കുന്നു. അപ്പൊ അറഫു, അവർക്ക് ബോധ്യപ്പെട്ടു എന്ത്? അന്ന ഹാദല്ലദി യസ്നഉ ഖൗമുഹും മിന സുജൂദി ലിൽ അസ്നാമി വദ്ദബഹിലഹ ലാ യൻബഗി ഇല്ലാ, എന്ത് പണിയാ അവര് കാട്ടുന്നത്? അവരെന്നെ ഉണ്ടാക്കിയ വിഗ്രഹത്തിന് അവരെന്നെ എന്ത് ചെയ്യാ? സുജൂദ് ചെയ്യാ, അവരെന്നെ കൊണ്ടുപോയി അറുത്ത് കൊടുക്കുക. ഈ പണി ആർക്കാ ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് വേണ്ടിയേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എന്ത് ചെയ്തു? ആ ചെറുപ്പക്കാരുടെ മനസ്സിൽ അത് ഇട്ട് കൊടുക്കാൻ അവർക്ക് ബോധ്യായി. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ എന്ത് ചെയ്തു? പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു. വാപ്പിമ്മി അതിന്റെ കൂടെ ഇങ്ങനെ പൂജ്യം പോണ്. അപ്പൊ ഈ ചെറുപ്പക്കാരെന്ത് ചെയ്തു? ഇത് ഓർക്ക് മനസ്സിൽ ഇത് പിടിച്ചില്ലായി, എന്ത് പണിയായി കാട്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ മനസ്സ് മറുത്തപ്പോ എന്ത് ചെയ്തു? ഇങ്ങനെ പുറത്തു പോകുന്നു. അവരിങ്ങനെ പുറത്ത്, ഇമാം ഖുർത്തുബി തങ്ങൾ പറയണു, അവര് പുറത്ത് വന്നിട്ട് പന്തളിക്കായിരുന്നു. കുട്ടികളുടെ സ്വഭാവമാണത്. ഇത് അവര് ആഘോഷത്തിന് വന്നതാണ്. ആഘോഷത്തിന്റെ ഒരു കാര്യത്തിലും ഇവരെന്ത് ചെയ്യണില്ല? ഏർപ്പെടുന്നില്ല. ഇവര് പുറത്ത് എന്ത് ചെയ്യാ? ബിൽ കുറത്തി വസൗലജ എന്ന പന്ത് കൊണ്ടും ഹോക്കി കൊണ്ടും എന്ത് ചെയ്തു? ഇവർ കളിക്കായിരുന്നു. അങ്ങനെ ഒരാൾ പുറത്തേക്ക് വന്നു.
പുറത്തേക്ക് വന്നൊരു ഭാഗത്തേക്ക് മാറി നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരാൾ വന്നിരുന്നു. ആളവിടെ ഇരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്തത്? വേറെ ആള് വന്നത്. അങ്ങനെ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായിട്ട് ഈ 6 ആളുകളും എവിടെ വന്നു? ഈ മരത്തിന്റെ ചോട്ടില്. പക്ഷെ ആര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്ത് ചെയ്യണില്ല, സംസാരിക്കണില്ല. അറിയില്ല, സംസാരിക്കണില്ല. സംസാരിച്ച പേടിയാണ്. ഈ വന്നിരിക്കണോ ഏതാ ടീം എന്ന് അറിയില്ല. ഉള്ളിലുള്ളത് പറഞ്ഞാൽ നീ രാജാവിന്റെ ആളാണെങ്കിൽ എന്ത് ചെയ്യും? പറഞ്ഞ കൊളായില്ല. അത് പേടിച്ചിട്ട് ആരും എന്ത് ചെയ്യണില്ല, മുന്നിലില്ല. കുറെ സമയം അങ്ങനെ പോയി. കുറെ സമയം കഴിഞ്ഞപ്പോ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എന്താണ് പിന്നെ നിങ്ങളിങ്ങനെ അതിനൊന്നും പങ്കെടുക്കാണ്ട് അവിടെ വന്നിരിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ, എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് ഓരോരുത്തർ എന്ത് ചെയ്തത്? മനസ്സ് തുറന്നത്. ഇതിനെ കുറിച്ച് ഇമാം ഇബ്നു കസീർ പറയുന്നു, ഈ ചെറുപ്പക്കാരായ ആളുകളെ ആ മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂട്ടിയവൻ ആരാണ്? അല്ലദീ, ഒരുത്തനായ അള്ളാഹുവാണ്. ജമാ ഖുലൂബഹും അലൽ ഈമാൻ, ഇവിടെ ഹൃദയങ്ങളെ ഈമാന്റെ മേൽ ഒരുമിച്ച് കൂട്ടിയ അതേ അള്ളാഹു തന്നെയാണ് എന്ത് ചെയ്തത്? അവരെവിടെയും കൊണ്ട് ഒരുമിച്ച് കൂട്ടിയത്? ഈ മരത്തിന്റെ ചോട്ടിലും. അതാണ് വറബത്നാ ഖുലൂബിഹിം, നമ്മുടെ ഹൃദയങ്ങളെ നാം എന്ത് ചെയ്തു? പരസ്പരം ബന്ധിപ്പിച്ചു. അത് ഉപോത്ബലകമായ ഒരു ഹദീസും പറഞ്ഞു, അൽ അർവാഹു ജുനൂദുൻ മുജന്നദ, പരസ്പരം കൂടിച്ചേരുന്ന ഒരു സംഘമാണ് ആത്മാക്കൾ. ഫമാ തഅറഫ മിൻഹാ ഇഖ്തലഫ, ആലമുൽ അർവാഹിൽ വെച്ച് പരസ്പരം കണ്ട് പരിചയമുള്ള ആത്മാക്കൾ ഈ ദുനിയാവിൽ വെച്ച് കണ്ടാൽ എന്ത് ചെയ്യും? പരസ്പരം തിരിച്ചറിയും, അവർ പരസ്പരം സംസാരിക്കും. നമ്മൾ ഒരു ബന്ധം ഉണ്ടാവൂല. അതാണ് ഇപ്പോഴത്തെ പല സൗഹൃദങ്ങളും. നമ്മൾ അതിന്റെ ഒരു കണ്ണിനെ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളുകൾ നമ്മൾ പെട്ടെന്ന് കമ്പനി ആവൂലേ? അതെന്തുകൊണ്ടാണ്? ആലമുൽ അർവാഹിൽ വെച്ചിട്ട് റൂഹുകൾ തമ്മിൽ എന്തുണ്ട്? പരസ്പരം ബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് ചില ആളുകളുണ്ട്, നമ്മള് ബസ്സിൽ യാത്ര ചെയ്യും അല്ലെ, തൊട്ടടുത്ത ഒരാൾക്കുണ്ടാവും, ഇറങ്ങോളെ നമ്മൾ എന്താവില്ല, ഉണ്ടൂല. എന്തുകൊണ്ട്? ആലമുൽ അർവാഹിൽ വെച്ചൊരു കമ്പനി ഉണ്ടായിട്ടില്ല. ദുനിയാവിൽ എന്തുണ്ടാവില്ല? കമ്പനി ഉണ്ടാവില്ല. നമ്മളെ ഇവിടെ തന്നെ ഉണ്ട് ചില ആൾക്കാർ തീരെ മുണ്ടാത്ത ആൾക്കാരില്ലേ, അത് കൂട്ടിമുട്ടി എന്താവില്ല, തീരെ സലാം പറയാത്ത ആളുകൾ കൂടി ഉണ്ടാവും. എന്തുകൊണ്ട്? 4 കൊല്ലായിട്ട് കണ്ടിട്ട് മുണ്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആലമുൽ അർവാഹിൽ വെച്ച് നമ്മൾ ഒരു ബന്ധമില്ല എന്നാ. ആലമുൽ അർവാഹിൽ വെച്ച് നമ്മൾ എന്തുണ്ടായിട്ടില്ല? ഒരു ബന്ധമില്ല. ഈ ബാക്കിയുള്ള എല്ലാ ആളുകളും നമ്മളെ നേരത്തെ എന്തുണ്ട്? ആലമുൽ അർവാഹിൽ വെച്ചിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബന്ധായത്. അപ്പൊ ഇതേ സംഭവമാണ് എന്ത് ഇവിടെ ഈ യുവാക്കളുടെ കാര്യം. ഈ ചെറുപ്പക്കാർ ആളുകൾ ദുനിയാവില് ഭൂമിയിൽ പല രാജാക്കന്മാരുടെ മക്കളായി പല ഭാഗത്ത് വന്നവരാണെങ്കിലും ഇവിടെ ആത്മാക്കൾ നേരത്തെ എന്തുണ്ടായിരുന്നു? ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ആത്മാക്കൾ ഒന്നായപ്പോ ഇവരെയും എന്ത് ചെയ്തു? അള്ളാഹു ഈ മരത്തിന്റെ ചൂട്ടില് ഒരുമിച്ച് കൂട്ടി. അതാണ് ആ പ്രയോഗമാണ് എന്ത്? വറബത്ന അല. അപ്പൊ രണ്ടർത്ഥായി. മനസ്സിലായോ? ഒന്നെന്താണ്? ഹൃദയങ്ങൾക്ക് നാം നല്ല കെട്ടുറപ്പ് നൽകി എന്നൊരർത്ഥം, നല്ല ക്ഷമ കൊടുത്തു എന്ന്. മറ്റൊന്ന്, അവർ കൽബുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്തു? കൂട്ടിക്കെട്ടി ബന്ധിച്ചു എന്ന്. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്തു? ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, വിഷയം നമ്മൾ ചുരുക്കി പറഞ്ഞു അല്ലെ. വൽഅർദു അന്നഹു ജഅല കുല്ലു വാഹിദിൻ മിൻഹും യക്തുമു മഅവാഹു ഫീഹി മിൻ അസ്ഹാബി, ഓരോരുത്തരും തന്റെ കൂട്ടുകാരിൽ നിന്ന് ആ വിഷയങ്ങൾ മറച്ചു വെച്ചു. ഓരോ വിശ്വാസം ഖൗഫൻ മിൻഹും, പേടിച്ചിട്ട്, വലാ യദ്രി അന്നഹും മിസ്ലുഹു, തന്നെ പോലെയാണോ മറ്റൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ആദ്യമൊന്നും ഉണ്ടില്ല. ഹത്താ ഖല അഹദുഹും, അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, തഅലമൂന വല്ലാഹി യാ ഖൗം ഇന്നഹു മാ അഖ്റജകും മിൻ ഖൗമികും വ അഫ്റദകും മിൻഹും, എന്താ നിങ്ങളെ വാപ്പന്മാരൊക്കെ ഒഴിവാക്കിയിട്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ മാറി വന്നിരിക്കാൻ എന്തൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്താ കാരണം? ഇല്ലാ സൈഉൻ, എന്തൊരു കാര്യമുണ്ട്. ഫൽയൽഹറു വാഹിദൻ മിൻകും ബിഅംരി, ഓരോരുത്തരും അവന്റെ കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഒരാള് പറഞ്ഞു, അമ്മ അനഫ ഇന്നി റഅയ്തു മാ ഖൗമി അലൈഹി ഫഅറഫു അന്നഹു, എന്റെ കുടുംബക്കാരൊക്കെ ചെയ്യുന്ന പണിയുണ്ടല്ലോ, ഓരുണ്ടാക്കിയ വിഗ്രഹത്തിന് ഓരെല്ലാം എന്ത് ചെയ്യുക? ആരാധിക്കുക, പൂജ നടത്തുക. അതൊക്കെ വലിയൊരു പൊടുത്തല് എന്ത് ചെയ്യണില്ല, എന്റെ മനസ്സൊക്കെ പിടിക്കണില്ല. ഇന്നമല്ലദീ യസ്തഹിഖു അൻ യുഅബദ വഹദഹു വലാ യുശ്രികു ബിഹി ശൈഉൻ ഹുവല്ലാഹ് അല്ലദീ ഖലഖ കുല്ല ശൈഇൻ. അങ്ങനെ ഒരാൾക്ക് സുജൂദ് ചെയ്യാനും ആരാധന നടത്താനും അറിവ് നടത്താനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത് ആർക്ക് മാത്രമാണ്? അള്ളാഹ്ക്ക് മാത്രമാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇക്കത് മനസ്സൊക്കെ പിടിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താണ് പോന്നാണ്. ഒരാള് പറഞ്ഞു. അപ്പൊ മറ്റാൾ എന്ത് ചെയ്തു?
എൻ്റെ അവസ്ഥ തന്നെയാണ്. മൂന്നാമത്തെ ആളും പറഞ്ഞു ഞാനും അതന്നെ അവിടുന്ന് പോകുന്നത്. നാലാമത്തെ ആളും പറഞ്ഞു ഞാനും അതന്നെ അവിടുന്ന് പോകുന്നത്. അഞ്ചാമത്തെ ആളും പറഞ്ഞു എല്ലാവരും തന്നെയാണ്. ആറാമത്തെ ആളും പറഞ്ഞു ഞാനും അതന്നെ. അപ്പൊ ഒക്കെ എന്താണ്, എല്ലാരും ഒരേ മൈൻഡാ, എല്ലാരും മനസ്സെന്താണ്, ഒന്നാണ്. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ അവര് എന്ത് ചെയ്തു, അങ്ങനെ അവര് ഒരാൾ പറഞ്ഞു അനവല്ലാഹി വക്കാരി കദാലിക് ഹത്താ തവാഫഖു കുല്ലുഹും അലാ കലിമത്തിൻ വാഹിദ ഫസാറു യദൻ വാഹിദൻ ഇഖ്വാന സുദഖൻ. അപ്പൊ അവരെന്ത് ചെയ്തു, സത്യത്തിന്റെ മേൽ കൂട്ടുകാരായി, അതുവരെ പരിചയമില്ലാത്തവര് കൂട്ടുകാരായി. ഫത്തഹദു ലഹും മഅബദൻ. അപ്പൊ എന്ത് ചെയ്തു, അവർ അവിടെ ഒരു ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കി. യഅബുദൂന ഫീഹി യഅബുദൂന അല്ലാഹ ഫീഹി. ആ പുറത്ത്, അതായത് ആഘോഷം നടക്കേണ്ട പുറത്ത് എന്ത് ചെയ്തു, ഒരു ചെറിയ ഒരു കൂടാരം പോലെ ഉണ്ടാക്കിയിട്ട് അതിനെന്ത് ചെയ്തു, അവർ അല്ലാഹി ബാത്തിയാൻ തുടങ്ങി. അത് നിസ്കാരമൊക്കെ ആയിട്ട് അങ്ങനെ സുജൂദനൊക്കെ ആയിട്ട് അങ്ങനെ അവർ കഴിഞ്ഞുകൂടി. അത് ആരറിഞ്ഞു? ആൾക്കാരറിഞ്ഞു. അത് ആരിലേക്ക് എത്തി? രാജാവിലേക്ക് എത്തി. ഫസ്തഹളറഹും ബൈന യദൈഹി. അപ്പോൾ അവരെ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. ഫസഅലഹും അൻ അംരിഹിം. രാജാവ് അവരുടെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. വമാഹും അലൈഹി. അവരെ അവസരം ചോദിച്ചു. ഫഅജാബു ബിൽ ഹഖ്. അപ്പോൾ അവർ കൊടുത്ത മറുപടിയാണ് എന്ത് റബ്ബുനാ. ഇത് കാമു, രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോ ഇത് കാമു, അവർ എഴുന്നേറ്റ് പറഞ്ഞു. എന്ത് പറഞ്ഞു? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ സതതാ എന്ന് പറഞ്ഞു. ഫഖാലഹുൽ മലിക്. അപ്പൊ രാജാവ് അവരോട് പറഞ്ഞു ഇന്നക്കും സുബ്ബാറുൻ അഗ്മാറുൻ ലക്കും. നിങ്ങൾ ചെറുപ്പക്കാരാണ്, വളരെ ചെറിയ പ്രായമാണ്, നിങ്ങൾക്ക് അന്തല്ല. നമ്മളങ്ങനെ പറയാം, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് അന്തല്ലാന്ന് അറിയില്ലേ? ഇവിടെ അന്തല്ലാത്ത ശരിക്കും ആർക്കാണ്? ഇവിടെ അന്തമുള്ളത് ആർക്കാണ്, ഇല്ലാത്ത ആർക്കാണ്? നമ്മളൊക്കെ അങ്ങനെ പറയാം. നമ്മളെന്ത് ചെയ്യും, ചെറുപ്പക്കാരെ കുറിച്ച് എന്ത് പറയും? നമുക്കൊന്നും അന്തല്ലടാന്ന് അറിയുന്ന. സത്യത്തിൽ അന്തല്ലാത്ത ആർക്കാണ്? അത് അംഗീകരിക്കാൻ നമുക്കൊരു മനപ്രയാസം ഉണ്ടാവുന്നേ ഉള്ളൂ അല്ലേ? നമ്മളെക്കാൾ അന്തമുള്ളവരാണ് ആര്? കുട്ടികള്. അപ്പോ രാജാവ് പറഞ്ഞു അനല അഴജലബിക്കും, ഞാൻ പെട്ടെന്ന് നിങ്ങളെ കാര്യത്തിൽ എന്ത് ചെയ്യണില്ല, തീരുമാനം എടുക്കണില്ല. ബൽ അസ്തഇനി, ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരാം. ഫദ്ഹബു ഇലാ മനാസിലിക്കും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. വദബ്ബിറു, എന്നിട്ട് നിങ്ങൾ വദബ്ബിറു റഅയക്കും വർജിഉ ഇലാ അംരി. ഇത് നിങ്ങൾ നല്ലോണം ആലോചിക്കണം. വാപ്പാരന്മാരൊക്കെ കൂടി ആലോചിച്ച് നല്ലോണം തീരുമാനിച്ചിട്ട് നിങ്ങൾ മടങ്ങി വന്നിട്ട് നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് തിരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ മടങ്ങി വരണം. വലറബലഹും ഫീ ദാലിക അജ്റൻ, അവർക്ക് എന്ത് ചെയ്തു, സമയം നിശ്ചയിച്ചു കൊടുത്തു. അത് അല്ലാഹ് അവർക്ക് ചെയ്ത റഹ്മത്താണ് അല്ലെ. നേരെ മറിച്ച് അപ്പത്തിനാണ് തീരുമാനം എടുക്കുകയാണെങ്കിലോ അതോടെ കഴിഞ്ഞില്ലേ? ഇവർക്ക് അവസരം കിട്ടി, ചെറിയ ഗ്യാപ്പ് കിട്ടിയില്ലേ, ആലോചിക്കാൻ സമയം കിട്ടിയല്ലോ. അപ്പൊ ആ കിട്ടിയ സമയം അപ്പോഴാണ് ഈ ചെറുപ്പക്കാർ കൂടി ആലോചിച്ചത് എന്ത്, നമുക്ക് എന്ത് ചെയ്യണ്ട, ഇവിടെ നിൽക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നമ്മളിപ്പോ സ്വീപ്പാവും, അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പോവാന്ന് തീരുമാനം എടുത്തു. അങ്ങനെ അവരെന്ത് ചെയ്തു, മഹദുഹും, ഒരാള് പറഞ്ഞു ഇന്നി ആരിഫ് കഫി ജബലി കഥ, ഇന്ന മലയിൽ ഒരു ഗുഹ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം കാനാബി യുദ്ഹുഫി അനമഹു, എന്റെ വാപ്പ അവിടെ ആട് മേക്കാൻ പോകലുണ്ട്. എന്നിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് വാപ്പ വരിക. അപ്പൊ വാപ്പ ആ ഗുഹയിലാണ് എന്ത് ചെയ്യാറുള്ളത്, തങ്ങാറുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഗുഹനെ കുറിച്ച് എനിക്കറിയാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ എഞ്ചലൂസ് പർവ്വതത്തിലെ ആ ഗുഹയിലേക്ക് നമുക്ക് പോകാം എന്ന് എന്ത് ചെയ്തു, ഒരാൾ പറഞ്ഞു. അപ്പോ അവർ അള്ളാഹു നമുക്കൊരു തുറവ് തരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് മറഞ്ഞിരിക്കാം എന്ന് എന്ത് ചെയ്തു ചെറുപ്പക്കാര്. ഒരാൾ അഭിപ്രായം പറഞ്ഞു, മറ്റൊരു സ്വീകരിച്ചു. റിപ്പോർട്ട് ചെയ്ത പ്രകാരം പറയപ്പെടുന്നു ഇവരിങ്ങനെ പോകാൻ തീരുമാനിച്ചു, പോകാണ്. പോണ സമയത്ത് ഇവര് നാട്ടിൽ നിന്ന് വിടാണ് എന്ന് ആൾക്കാർക്ക് അറിയാതിരിക്കാൻ വേണ്ടി ഇവർ ഈ പന്ത് ഇങ്ങനെ തട്ടിക്കളിച്ചാണ് എന്ത് പോകുമ്പോ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എന്താ കരുതാ, പന്ത് ഇങ്ങനെ തട്ടിക്കളിച്ച് പോകുമ്പോ എന്താ മനസ്സിലാക്കുക, ഒരു പന്ത് കളിച്ചാൻ പോകണമെന്നാണ് കരുതുക. കുട്ടികൾ വൈകുന്നേരത്ത് പന്ത് കളിക്കാൻ പോണ മാതിരി. പക്ഷെ ഇവര് പോണത് അവർക്കാണ്. അങ്ങനെ ആൾക്കാരെ കാഴ്ച മറന്നാൽ പിന്നെ എന്ത് ചെയ്തു, അവർ യാത്രക്കാരായി. ആൾക്കാരെ കണ്ണിൽ പെടോളം എങ്ങനെ സാധാരണ പെരേക്ക് പോണ മാതിരി, ഇങ്ങനെ പന്തട്ടി പോണ മാതിരി എന്ത് ചെയ്തു, അങ്ങനെ പോയി. അങ്ങനെ വഹും അന്നഹും കാനൂ മുതഖിഫീന ഫഹദറ ഈദുൻ ഖറജു ഇലൈഹി
അപ്പോ ഈ പന്തും തട്ടിക്കളിച്ചവർ അങ്ങനെ നീതു അങ്ങനെ പോയി. അപ്പൊ ഇവരോട് ചോദ്യം, അപ്പൊ നിങ്ങൾ ഇവരിങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ റബ്ബിനെ ആരാധിക്കണം പറഞ്ഞപ്പോ അപ്പൊ നിങ്ങളെ വാപ്പിമ്മയും കാട്ടണമെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളെ വാപ്പക്കും ഉമ്മാക്കും വിശ്വാസം ഇല്ലല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ അങ്ങനെ വിശ്വാസം വരാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഹാ ഉലാഇ ഖൗം, അടുത്തായിട്ട് ഹാ ഉലാഇ ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. ഹാ ഉലാഇ ഖൗമുനാ, നമ്മുടെ ഈ ഖൗമ്, അതായത് ഞങ്ങളുടെ കുടുംബം, വാപ്പി മക്കളും കുടുംബം നാട്ടുകാരൊക്കെ, ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹത്തൻ, അവര് അല്ലാഹനെ കൂടാതെ ഇലാഹങ്ങളെ അവർ സ്വീകരിച്ചു. ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, എന്തേ അവർ അതിന് വ്യക്തമായ തെളിവ് കൊണ്ടുവരാത്തത്? അല്ലാത്ത ഇലാഹങ്ങൾ ആരാധിക്കുമ്പോ ഈ ഇലാഹുകളാണ് യഥാർത്ഥ ഇലാഹ് എന്നതിന് ഇവർക്കെന്താ ഒരു തെളിവ് കൊണ്ടുവരാൻ കഴിയാത്തത് എന്താണ് എന്നിവർ അങ്ങോട്ട് ചോദിക്കുക ചെറുപ്പക്കാര്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ, അള്ളാഹുവിന്റെ മേൽ കള്ളം പറയുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി വേറെ ആരാണ് ചോദിക്കും. അള്ളാഹിന്റെ മേലാണ് കള്ളം പറയുന്നത്, ആ കള്ളം പറയുന്ന ആളേക്കാൾ വലിയ അക്രമി വേറെ ആരാണ്? ഇവർക്ക് എന്തേ തെളിവ് കൊണ്ടുവരാൻ കഴിയാത്തത്? അതുകൊണ്ട് ഇവരൊക്കെ എന്താണ് അന്തല്ലാത്തവരാണ്. ആര് പറഞ്ഞു? അപ്പൊ അവിടെ ഒരു സംഗതി ഉണ്ട്, വാപ്പി ഉമ്മയും തെറ്റ് ചെയ്തു വെച്ചിട്ട് മക്കളെന്ത് ചെയ്യണ്ട സ്വീകരിച്ചോളുന്നുണ്ടോ? എന്റെ വാപ്പി ഉമ്മ ഇങ്ങനെ എടുത്തിട്ട് ഹക്കല്ലാത്ത കാര്യം ആരും സ്വീകരിക്കണമെന്നില്ല, മക്കളെ സ്വീകരിക്കണമെന്നില്ല. സത്യസന്ധമായ കാര്യം ബോധ്യപ്പെട്ടാൽ അതാണ് എന്ത് ചെയ്യേണ്ടത്? മക്കള് എന്റെ വാപ്പിമ്മയും കാലങ്ങളായിട്ട് ഇതിന്റെ പുറത്താണ്, അപ്പൊ ഞാനും ഇതിന്റെ പുറത്ത്, അങ്ങനെ അല്ല കരുതേണ്ടത്. സത്യം ഏതാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് എന്ത് ചെയ്യണം? സ്വീകരിക്കണം. മനസ്സിലായോ? ഇവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇവിടെ സമയം ഏകദേശം ആയില്ലേ, 5 മിനിറ്റ് കൂടി, 30-35 നമുക്ക് നിർത്താം. എന്താണെന്നറിയോ? അപ്പൊ ഇവിടെ നമുക്കൊരു സംശയം വരും, സ്വാഭാവികം, എന്തിനാ അവരിങ്ങനെ പോയി? ഇവർക്ക് അവിടെ തന്നെ ഉറച്ചൊന്നുകൂടായിരുന്നോ? ഇവരിപ്പോ എന്തിനാ ഗുഹയ്ക്ക് പോയത്? ഇവർക്ക് അവിടെ തന്നെ ഉറച്ചു നിന്നിട്ട് ആ രാജാവിനോട് ഏറ്റുമുട്ടി ഷഹീദായി കൂടായിരുന്നു? എന്നവർക്ക് എന്തിന്റെ കൂലിട്ടു അല്ലെ? അതല്ല ഇതിൽക്കും നല്ലത്. അത് തോന്നുന്നുണ്ടോ? അങ്ങനെ ആവാലോ. നാട്ടിൽ നിന്ന് പോകാതെ അവിടെ തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. ഫൈറ്റ് ചെയ്യുമ്പോൾ എന്താവും? എന്ത് കിട്ടും? ഷഹീദിന്റെ കൂലിയെ കിട്ടും. അപ്പൊ അതല്ലേ ഏറ്റവും നല്ലത്? അങ്ങനല്ല. ഇവിടെ ഉസ്ലത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഉസ്ലത്ത് ശറഅ അംഗീകരിച്ച സംഗതിയാണെന്ത്? ഏകാന്തവാസം. ഏകാന്തവാസം, അതായത് ജനങ്ങൾക്കിടയിൽ ദീനിയായ കാര്യങ്ങൾ ഫിത്ന നടക്കുന്ന കാലത്ത് ഏറ്റവും നല്ലത് എന്താണ്? ആ നാട്ടിൽ നിന്ന് ഇപ്പൊ പൂക്കോട്ടൂരിൽ അലാഖിന്റെ ഫിത്ന നടക്കുക, നമുക്കിവിടെ, അതായത് കലാപങ്ങൾ വിശ്വാസത്തിന്റെ പേരില് നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഇവിടെ നിന്നാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വരികയാണ്. സങ്കല്പിക്കാം, അല്ലാഹു കാക്കട്ടെ, നമ്മുടെ നാട്ടിൽ എന്നും അല്ലാഹു അമ്നും സുരക്ഷിതവും നൽകട്ടെ, നമ്മുടെ ഈമാൻ കാമനായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ഉദാഹരണത്തിന്, ഒരു നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത വിധം വർഗീയ ലഹളകളും സംഘടനകളും പ്രശ്നങ്ങളൊക്കെ ആയി ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോ എന്താ വേണ്ടത്? ആ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും നാട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. അവിടെ നിന്നാൽ നമ്മുടെ ദീൻ എന്തായി പോകും? നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ നാട്ടിൽ നിന്ന് പോകണം എന്നത് ശറഈന്റെ കാഴ്ചപ്പാടാണ്. അതിനാണ് എന്ത് പറയാ? ഉസ്ലത്ത് എന്ന് പറയാം. ഒരാള് തന്റെ ദീനിനെ സംരക്ഷിച്ച് ദീൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് മറ്റു നാട്ടിലേക്ക് എന്ത് ചെയ്യണം? ഓടിപ്പോകുക എന്നുള്ളത്. കമാജാഫിൽ ഹദീസ്, ഒരു ഹദീസിലില്ലേ, യൂസിക്കു അൻ യകൂന ഖൈറു മാലി അഹദികും ഗനമൻ യത്ബഉ ബിഹാ ശഗഫൽ ജിബാലി വമവാഖിഅൽ ഖത്രി യഫറു ബിദിനിഹി മിനൽ ഫിതൻ. ഒരു ഹദീസിൽ റസൂൽ പറഞ്ഞു, യൂസിക്കു അൻ യകൂന ഖൈറു മാലി അഹദികും, നിങ്ങൾ ഓരോരുത്തരുടെയും ഏറ്റവും നല്ല മുതൽ ആയേക്കാം ഗനമൻ, ആട്ടുംകൂട്ടം, യത്ബഉ ബിഹാ ശഗഫൽ ജിബാലി, ഈ ആട്ടുംകൂട്ടവുമായി മരഞ്ചെരുവുകളിലേക്ക് എന്ത് ചെയ്യും? ഇവൻ പോകും. എന്തിന്? യഫറു ബിദീനിഹി മിനൽ ഫിതനി, ഈമാൻ ഫിത്തനയാകുന്ന കാലത്ത് ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടി നാട് വിട്ടു പോകാൻ അവർക്ക് വല്ല മലഞ്ചെരുവുക്കോ വല്ല കാട്ടിലേക്കോ വല്ല മലന്റെ മുളക്കോ ആട്ടുകൂട്ടം കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? അവിടെ ആടി നോക്കിയിട്ട് അവിടെ കിട്ടുന്ന എന്തിലൊക്കെ വെച്ചിട്ട് മഴ പെയ്യുമ്പോൾ കുഴിയുത്തി വെള്ളം കുടിച്ച് അവിടെ അല്ലാഹുവിന്റെ പാത്രമായി തന്റെ ഈമാനെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പോണൊരു കാലം വരും എന്ന് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. നാട്ടിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും?
ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഈമാൻ ഇതാർക്കെന്നറിയോ? കുട്ടികളും കുടുംബം ബാധ്യതക്കുള്ളവരെ സംബന്ധിച്ചല്ല ഈ പറയണത്. ബാധ്യതകളും കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവൻ അതിനനുസരിച്ച് നിൽക്കണം. ഒന്നുമില്ലാത്ത ഒരു ബാധ്യതയില്ല, ഒരു കുട്ടികളെ നോക്കാനുള്ള കുടുംബം നോക്കാനുള്ള ഒന്നുമില്ല, ഒറ്റത്തടിയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് എന്താണ്? ദീൻ ഫിത്നയെ പോകുന്നത്, ഈമാൻ ഫിത്നയാണെങ്കിൽ ഇങ്ങനെ പോകലാണ് നല്ലത് എന്നൊരു പാഠം കൂടി എന്തുണ്ട് ഇതിന്. ഈ യുവാക്കളെ സംബന്ധിച്ചോളം ഓൽക്ക് എന്തില്ല, ഒരു ബാധ്യതയും ഇല്ല. എന്നാൽ ഇവരാരാണ്? പിൽക്കാലത്ത് രാജാക്കന്മാരാകേണ്ടവരാണ് ഇവര്. ഇപ്പൊ നിലവിലെന്തല്ല, അവർ കുട്ടികളും മക്കളും ബാധ്യതയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവർ തീരുമാനിച്ചു എന്ത്, നമ്മളെ ദീൻ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നാട് വിടണം എന്നതാണ്. മനസ്സിലായോ? ഒരു ഹദീസിൽ കാണാം, അത് പറഞ്ഞ് നിർത്താം. ദുഃഖറായതൻ അലിബിൻ സൈദിൻ അബ്ദുല്ലാഹിബിൻ മുബാറക്കിൻ ഫലാല അൻ ഹസനി മുത്തുനബി പറഞ്ഞു, ഒരു കാലം വരാനുണ്ട്. അത് ഈ കാലാണോ എന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. ഒരാൾക്ക് തന്റെ ദീനിനെ, തന്റെ ഇസ്ലാമിനെ, തന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. എങ്ങനെയല്ലാതെ? നാട്ടിൽ നിന്ന് ഒഴിവാക്കി പോയാലല്ലാതെ. ഓനക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഓനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നാട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഇതാക്കാന ദാലിക്ക, നാട്ടിൽ നിൽക്കേണ്ടി വന്നാൽ മാഴ്സിയത്തില്ല, അള്ളാഹ്ക്ക് തെറ്റ് ചെയ്തിട്ടല്ലാണ്ട് അവന്റെ ജീവിതമാർഗം കണ്ടെത്താനാവൂല. അതായത് ജീവിതമാർഗം കണ്ടെത്തണമെങ്കിൽ എന്ത് വേണ്ടിവരും? തെറ്റുകുറ്റങ്ങൾ ചെയ്യേണ്ടി വരും, പരിശ്രമിക്കേണ്ടി വരും, കള്ളത്തരം നട്ടി കക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു കാലം വരും. അത് സാഹചര്യങ്ങൾ അങ്ങനെയായി മാറും. ജീവിത സാഹചര്യങ്ങൾ. തെറ്റ് ചെയ്താലല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ആര് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല, കുട്ടികളെ നോക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലം എന്ത് വരും? അപ്പോ എന്ത് ചെയ്യും ആൾക്കാര്? തന്റെ ദീൻ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? ദീനുമായിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് വല്ല മലന്റെ മുഴക്കോ ഒക്കെ പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു കാലം വരും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, എങ്ങനെയാണ് ഈ ഏകാന്തവാസം ശരിയാ? അങ്ങല്ലേ ഞങ്ങളോട് കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം, കുടുംബം നോക്കണം എന്നൊക്കെ പഠിപ്പിച്ചു, അങ്ങല്ലേ? പിന്നെ എങ്ങനെ ഇതൊന്നും ഇല്ലാണ്ട് നാട് വിട്ടു പോണ പരിപാടി എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇതാ കാന ദാലിക, അങ്ങനെ ആവുമ്പോ കാന ഫസാദുർ റജുലി അലാ യദി അബവൈഹി, ഒരാളുടെ ഈമാൻ നാസായി പോകുന്നത് അയാളുടെ മാതാപിതാക്കളെ കൊണ്ടായിരിക്കും. ഒരു ഉദാഹരണം, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ദീനിയായ ചെറുപ്പക്കാരനാവുമ്പോ ഓനോട് ഓന്റെ വാപ്പ പറയും, എന്ത്, ഇവിടെ ഇങ്ങനെ കുറെ ബാധ്യതകളുണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? പൈസ ഉണ്ടാക്കി അയക്കണം. എത്ര അയച്ചു കൊടുത്താലും വാപ്പാക്കും മക്കും ഉണ്ടാവില്ല, തയ്യല. അപ്പൊ വാപ്പിമ്മ ഇവരെങ്ങനെ നിർബന്ധിക്കാണ് ചെയ്യുക, എങ്ങനെ ഉണ്ടാക്കിയാലും വേണ്ടില്ല, ഇവിടെ എന്ത് വേണം? അവസാനം എന്ത് ചെയ്യാൻ നിർബന്ധിതനാവും. എന്തിന്? ഹറാമായ രൂപത്തിൽ സമ്പാദിക്കാൻ. അപ്പൊ അതിന്റെ കാരണം ആരാണ്? മാതാപിതാക്കൾ. ഇല്ലം ഞെക്കുല്ലോ അപവാനി, ഈ വാപ്പിമ്മില്ല. അപ്പൊ ഫക്കാന ഹനാഗോല യഥയുദ്ധി, അപ്പൊ പിന്നെ ആരായിരിക്കും? പെണ്ണുങ്ങളായിരിക്കും. അവന്റെ ഭാര്യ, ഓൻ ഗൾഫിലായിരിക്കും, വേറെ എവിടെയൊക്കെയായിരിക്കും. എപ്പോഴെങ്ങനെ വിളിക്കും, എന്നും വൈകുന്നേരത്ത്, പിന്നെ നിങ്ങള് ഇത്ര വെക്കണം, നമ്മുടെ ആ പ്രശ്നം ഈ പ്രശ്നം അങ്ങനെ ഇങ്ങനെയുണ്ട്. ഈ ചങ്ങായി ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അരിച്ചു പെറുക്കി ഹലാലായ രൂപത്തിൽ മാത്രമേ ഇവൻ എന്ത് ചെയ്യണുള്ളൂ, എവിടെങ്കിലും കിട്ടണ നോക്കി ഇങ്ങനെ ജീവിക്കാം. പക്ഷെ ഇവള്, ഈ പെണ്ണാണെങ്കിലോ, എല്ലാ കാര്യങ്ങൾക്കും ഇവൾക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ അയച്ചെടുക്കേണ്ടി വരും. വിദേശത്തുള്ള പല ആളുകൾക്കോ വിഷയങ്ങളെ കുറിച്ച് ബോധ്യം ഉണ്ടാവും. ചില പെണ്ണുങ്ങള് അല്ലെ, എത്ര ചെലവാക്കാനും ഓൾക്കൊരു കഥ ഉണ്ടാവില്ല, വേണ്ടതും വേണ്ടാത്തതൊക്കെ ഇങ്ങനെ നിർബന്ധിക്കും. അപ്പൊ അവൻ നിർബന്ധിതനാകും എന്തിന്? ഹറാമായ രൂപത്തിലൂടെ സമ്പാദിക്കാൻ. ഇല്ലം തൊക്കുള്ള പെണ്ണുങ്ങളല്ല കാണെങ്കിലോ കാന ഹനാക്കുവാന ഏതേ വലതി, കുട്ടികളെ കൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കുട്ടികൾ ബൈക്ക് വേണം, അത് വേണം, ഇത് വേണം, ഐഫോൺ വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം. ഈ വാപ്പയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെട്ട വാപ്പയായിരിക്കും. അവസാനം ഐഫോൺ വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യുന്നവരെ പേടിപ്പിക്കും. ഈ വാപ്പ എന്ത് ചെയ്യും? ലോൺ എടുക്കും, അല്ലെങ്കിൽ പലിശക്ക് വാങ്ങും, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അറബിനെ പറ്റിക്കും. ഇങ്ങനെ ജീവിതം എന്താക്കേണ്ടി വരും? ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ, അള്ളാഹ്ക്ക് തെറ്റ് ചെയ്താലല്ലാതെ, ഹറാമ് ചെയ്താലല്ലാതെ സമ്പാദിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? അവൻ വരും. അതല്ലെങ്കിൽ കുടുംബക്കാരും മുഖേന എന്ത് ചെയ്യേണ്ടി വരും? എത്തിയേണ്ടി വരും. അപ്പൊ ഫകൈഫ ദാലിക യാ റസൂലല്ലാഹ്, അപ്പൊ അതെങ്ങനെ നബിയെന്ന് ഒന്നുകൂടി ചോദിച്ചു.
അപ്പൊ പറഞ്ഞു ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ഇവർ അവനെ പ്രയാസപ്പെടുത്തും. വാപ്പി ഇമ്മീൻ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഈ സാധുവിനെ പ്രയാസപ്പെടുത്തും. ഇവർക്ക് താങ്ങാൻ കഴിയാത്തത് ഇവന്റെ മേലെന്ത് ചെയ്യും? അടിച്ചേൽപ്പിക്കും. ആര്? ഓന്റെ മാതാപിതാക്കളും ഓന്റെ ഭാര്യയും കുട്ടികളൊക്കെ ഇവനെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ചെലവ് എന്ത് ചെയ്യും? ഓന്റെ മേല് അടിച്ചേൽപ്പിക്കും. അപ്പോൾ ഇവൻ സ്വന്തം നഫ്സിനെ ഹലാക്കാക്കുന്ന ഹറാമിലേക്ക് ഇവൻ എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടതൊരു സാഹചര്യം വരും എന്ന്. അതന്നെയല്ലേ ഇപ്പൊ നടക്കുന്നത്? അങ്ങനെ നടക്കണ്ടോ അല്ലേ നിങ്ങൾ പറയും? ഈ ഹദീസ് ശരിയാണോ അല്ലേ നിങ്ങൾ പറയും? അങ്ങനല്ലേ ഇപ്പോഴത്തെ സാഹചര്യങ്ങള്? എത്ര ചെലവാക്കാനും പറ്റാത്ത. അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരുന്നത്? ലോൺ എടുക്കേണ്ടി വരുന്നതും പിന്നെ ഹറാമ് ചെയ്യേണ്ടി വരുന്നതൊക്കെ. മനസ്സിലായോ? അപ്പോ നാട്ടിൽ നിന്ന് ഉറച്ചു നിന്നിട്ട് പോരാടിക്കൂടെ, ചെയ്തേക്കൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്തില്ല, അർത്ഥമില്ല. ഇങ്ങനെ ഒരു വശം കൂടി ഇതിന്റെ പുറകില് ഉണ്ട്. ദീന് സംരക്ഷിക്കാൻ വേണ്ടി, ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നാട് വിട്ട് പോകാം. അങ്ങനെ സറ എന്ത് ചെയ്യുന്നുണ്ട്? താല്പര്യപ്പെടുന്നുണ്ട് എന്ന്. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായി സ്വീകരിക്കട്ടെ. അപ്പോ കേവലം അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകാതിനപ്പുറത്തേക്ക് തഫ്സീറുകളിൽ ഒരുപാട് സംഗതികൾ എന്ത് ചെയ്യാണ്ട് മനസ്സിലാക്കാണ്ട്. അപ്പൊ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഖബൂലാക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. റഹ്മുർ-റഹീമീനായ രാജാധിരാജനായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റബ്ബേ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ ചർച്ച ചെയ്യുന്നു റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ ചരിത്രങ്ങളിൽ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. എല്ലാ കാര്യങ്ങളും നീ ഖൈർ പ്രദാനം ചെയ്യണേ റബ്ബേ. പാപങ്ങളൊക്കെ പുറത്തു തരണേ റബ്ബേ. സദുദ്ദേശങ്ങളെല്ലാം നീ നിറവേറ്റി തരണേ റഹ്മാനെ. രോഗികൾക്ക് ശിഫാവും സലാമത്തും നൽകണേ റബ്ബേ. ഈ ഒരുമിച്ചുകൂടെ ഈ കൂട്ടത്തിന് നീ ഖൈർ നൽകണേ റബ്ബേ. അത് കാര്യമെല്ലാം ഖൈറാക്കണേ റബ്ബേ. ഖുർആന്റെ അഹ്ലുകാരെ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഈ ചായയും പലഹാരം നൽകിയ സഹോദരൻ അല്ലാഹ് എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ റബ്ബേ. കുടുംബത്തിലും മക്കളിലും സമ്പത്തിലും നീ ബറക്കത്ത് നൽകണേ റബ്ബേ. മരണപ്പെട്ടു പോയ പിതാവിന് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഉമ്മാക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റബ്ബേ. സദുദ്ദേശങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ആരെല്ലാം എന്തെല്ലാം ഖിദ്മത്ത് ചെയ്യുന്നു അതൊക്കെ നീ ഖബൂലാക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.